എന്നെക്കുറിച്ചൊരു കക്ഷി പറഞ്ഞൊരു കാര്യം, ഈ മൈക്രോസ്കോപ്പായിട്ട് നടക്കുന്ന ആളാണെന്നാണ്. ജാതി കണ്ടുപിടിക്കാൻ, സമൂഹത്തിൽ ജാതി കണ്ടുപിടിക്കാൻ കൊണ്ട് നടക്കുന്ന ആളാണ്. ഈ മൈക്രോസ്കോപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, കണ്ണ് തുറന്ന് നോക്കിയാൽ മതി. ഇന്ത്യയിലൊരു പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും മർമ്മപ്രധാനമായി എടുക്കേണ്ട ഒരു കാറ്റഗറി കാസ്റ്റാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ജാതിയുടെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം കീഴ്ത്തട്ട് വിഭാഗങ്ങൾ കുറ്റവാളികളാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഉന്നത കുലജാതനാണെന്ന് പറയുമ്പോൾ അധമ കുലജാതരുടെ ഉണ്ട് എന്നുകൂടി അർത്ഥമുണ്ട് അതിന്. ഇന്ത്യ ഇന്ന് നേരിടുന്ന ബേസിക്കായൊരു ക്വസ്റ്റ്യനെ രാഷ്ട്രീയമായി അഡ്രസ്സ് ചെയ്യാൻ ഏത് പൊസിഷനാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അസന്നിഗ്ധമായി പറയുന്ന ഒരു കാര്യം, അത് ഡോക്ടർ BR അംബേദ്കർ മുന്നോട്ട് വെച്ച പൊസിഷൻ തന്നെ എടുക്കേണ്ടി വരും. മഹാത്മാ അയ്യൻകാളി അല്ലെങ്കിൽ പൊയ്യലപ്പച്ചൻ അങ്ങനെയുള്ള ഒരു നിര കേരളീയ സമൂഹത്തിൽ കൊടുത്തിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ, മലയാളിയെ മനുഷ്യനായി നിർമ്മിക്കുന്നതിൽ അവർ നടത്തിയ മഹത്തായ സംഭാവനകൾ അംഗീകരിക്കാതിരിക്കുക എന്നത് ഒരു കാസ്റ്റീസ്റ്റായ മനോഭാവമാണ്. പൊയ്യലപ്പച്ചൻ ഈ അത്ഭുത പ്രവൃത്തി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്നേ. അവകാശങ്ങൾക്ക് വേണ്ടി ഒരു വിഭാഗം സംസാരിക്കുന്നത് അപകടമാണെന്നുള്ള ഒരു തെറ്റായ ഒരു പ്രമിസിലാണ് ഈ സ്വത്വവാദം എന്തോ കുഴപ്പം പിടിച്ചൊരു കാര്യമാണെന്ന് ഇവർ പറഞ്ഞു നടത്തുന്നത്. ദളിതരൊരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ അവർ സുഖടിതമായി അവർക്ക് നിൽക്കാൻ പറ്റും. പക്ഷെ പൊളിറ്റിക്സിൽ മറ്റുള്ളവരോട് സഹകരിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എനിക്ക് ജോലി കിട്ടി എന്ന കാരണത്താൽ എൻ്റെ ഭരണഘടനാ പദവി റദ്ദ് ചെയ്യുന്ന കോടതി പറയുന്നത്. ഇത് കോടതി പറയാൻ അവകാശമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പൗരന്മാരെന്ന നിലയിൽ ആദ്യം പറയുന്നത്. നമുക്ക് ജോലി കിട്ടുമല്ലോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഈ ഉപസംവരണവാദികളിൽ പലരും അവർ പറഞ്ഞ കാര്യമൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളതൊന്നും അന്വേഷിക്കുന്നവരല്ല. സണ്ണി എം കബിക്കാടാണ് ക്യൂവിനൊപ്പം ചേരുന്നത്. സ്വാഗതം. സണ്ണി എം കബിക്കാട് ദളിത് പോരാട്ടങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കളുടെ ഒരു കടന്നുവരവ്, ഈ ഒരു രംഗത്തേക്ക് താങ്കൾ എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? അതായത് താങ്കളുടെ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. അങ്ങനെ എടുത്തു പറയത്തക്ക വലിയ ചരിത്രമുള്ള ഒരാളാണ് ഞാനെന്ന് ഞാൻ സ്വയം വിചാരിക്കുന്നില്ല. എൻ്റെ ജീവിത വഴികൾ പ്രാഥമികമായെന്ന് പറയാമെന്ന് മാത്രമാണ്. മധ്യ തിരുവിതാംകൂറിൽ കുട്ടനാടിൻ്റെ ഓരത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പർ കുട്ടനാട് എന്ന് പറയുന്നൊരു പ്രദേശമാണ്. സാധാരണ കർഷക തൊഴിലാളി പശ്ചാത്തലമാണ് വീടിനുള്ളത്. പക്ഷേ കുട്ടികളുടെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ മാതാപിതാക്കൾ വളരെ ശ്രദ്ധാലുക്കളായിരുന്നുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റുന്നൊരവസരം അന്നുണ്ടായിരുന്നു. എനിക്ക് ഈ സാധാരണ ആൾക്കാർ പറയുന്നത് പോലെ വലിയ ജാതി വിവേചനമൊന്നും അനുഭവിച്ച് വ്യക്തിപരമായി അങ്ങനെ ആക്രമണം നേരിട്ടോ അതിഭയങ്കരമായ വിവേചനം നേരിട്ടൊന്നും ജീവിച്ച ആളല്ല ഞാൻ. കാരണം ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയ ആളായിരുന്നു. ഞാൻ വലുതാകുന്ന സമയത്ത് തന്നെ എൻ്റെ വീട്ടിൽ MA-ക്കാരുണ്ട്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ MA ആയിരുന്നു. എഡ്യൂക്കേഷനുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളെന്ന ഒരു പരിഗണന. സ്വത്തുള്ള ഒരു വീടായിരുന്നു. ദേശം ഭൂമി സ്വന്തമായിട്ടുണ്ടായിരുന്ന വീടാണ്. എപ്പോൾ വേണമെങ്കിലും കുറച്ച് പണമൊക്കെ എടുക്കാൻ കഴിയുന്ന വിധം ഒരു സ്റ്റോക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു വീടാണ്. അതിൻ്റെ ഒരു പരിഗണന ബാക്കി സമുദായങ്ങളിൽ നിന്നും എന്നെപ്പോലുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതറിയാം, അങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. യഥാർത്ഥ കാസ്റ്റുമായി ബന്ധപ്പെട്ടൊരു ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസ് ഞാൻ വ്യക്തിപരമായി അനുഭവിക്കുന്നത് സ്കൂളിൽ നിന്നാണ്, പുറത്തല്ല. സ്കൂളിലെ ടീച്ചേഴ്സാണ് ജാതീയമായ ആക്ഷേപങ്ങൾ ഒക്കെ നടത്തുന്ന ജീവിതത്തിൽ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നു. പല രൂപത്തിലാണ്. ഈ ഞങ്ങളുടെ ആ പ്രദേശത്തു നിന്ന് വരുന്ന കുട്ടികൾ തന്നെ പഠിക്കുകയില്ലാത്തവരും കുഴപ്പക്കാരും പ്രശ്നക്കാരുമാണെന്നുള്ളൊരു പൊതുസങ്കല്പം ആ സ്കൂളിലുണ്ടായിരുന്നു. പിന്നെ ടീച്ചർമാർ ഒരിക്കൽ പോലും ഒരു കുട്ടികളോട് കാണിക്കുന്ന വാത്സല്യം ഒരിക്കൽ പോലും കിട്ടാത്ത ഒരാളാണ് ഞാൻ മാത്രമല്ല, ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് അത് കിട്ടിയിരുന്നില്ല. അവരെപ്പോഴും കുറച്ച് ദൂരത്താണ് ക്ലാസ്സിൽ. ബാക്കിയുള്ള കുട്ടികളൊക്കെ വലിയ സ്നേഹപൂർവ്വം വീട്ടിലെ കാര്യമൊക്കെ അന്വേഷിക്കും. നമ്മുടെ കാര്യമോ ഒരിക്കൽ പോലും ഒരു ടീച്ചർ അന്വേഷിക്കാറില്ല. പിന്നെ ഈ സ്റ്റൈപ്പൻഡ് വാങ്ങിക്കാൻ വേണ്ടി വരുന്നവരാണെന്നുള്ളൊരു സംഗതി. ഇപ്പോൾ സ്റ്റൈപ്പൻഡ് വാങ്ങിക്കുന്നവരൊക്കെ എഴുതിയിരുത്തിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിരുത്തിക്കുന്നൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അങ്ങനെ അത് NSSൻ്റെ ഒരു സ്കൂളാണ്. അപ്പോൾ
അവിടെയാണ് ഈ കാസ്റ്റിൻ്റെ ഡിസ്ക്രിമിനേഷൻ യഥാർത്ഥം നമ്മൾ വ്യക്തിപരമായി നേരിടുന്നത്. ശരിക്കും പറഞ്ഞാൽ നാട്ടിൻപുറത്തല്ല. എന്നാൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ആ പാടശേഖരങ്ങളിൽ നായർ, ഈഴവർ, പുലയർ, ക്രിസ്ത്യാനികൾ, സുറിയാനികൾ ഒക്കെ വന്ന് പാടത്ത് പണിയെടുത്ത് എൻ്റെ അപ്പൻ്റെ കൈ അടുത്തുനിന്ന് കൂലി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ അവരൊക്കെ ഒരുമിച്ച് വരുന്നു, ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു, ഇതെല്ലാം കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അന്ന് അങ്ങനെ നമുക്ക് പ്രത്യക്ഷത്തിലൊരു, അത് ഞാൻ മാത്രമല്ല, ആ നാട്ടിൽ അങ്ങനെ ഒരു പ്രാക്ടീസ് ശക്തമായി നിന്നിരുന്നില്ല. അതിൻ്റെ ഒരു കാരണം എല്ലാ കമ്മ്യൂണിറ്റി ഏതാണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥയായിരുന്നു അത്. അതുകൊണ്ട് അങ്ങനെ വ്യക്തിപരമായൊരു ജാതി വിവേചനം നേരിട്ടത് കൊണ്ട് ഈ മേഖലയിലേക്ക് വന്ന ഒരാളല്ല ഞാൻ ശരിക്കും പറയാം. യഥാർത്ഥത്തിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ വേരോട്ടമുള്ളൊരു സ്ഥലമായിരുന്നു. വലിയ സമരങ്ങളൊക്കെ ചെറുപ്പത്തിലേക്ക് കണ്ടു വളരുന്ന ഒരാളാണ്. അതിനകത്ത് തന്നെ കാസ്റ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനും അനുഭവ സാക്ഷ്യങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. അങ്ങനെ പഠിക്കുന്ന കാലത്ത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അന്നത്തെ ഒരു സ്റ്റൈപ്പൻഡറി വിദ്യാർത്ഥികളുടെ ഒരു സംഘടനയുടെ സംസ്ഥാന നേതാവായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് കേട്ടൊക്കെയാണ് നമ്മൾ ചെറുപ്പത്തിൽ വളർന്നു വരുന്നത്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ എന്നുള്ളത് വളരെ ചെറുപ്പത്തിൽ കേൾക്കുന്നൊരു പേരാണ്. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന കാലത്ത് ഈ ദലിത് മൂവ്മെൻറ്റുകളുമായിട്ട് നമ്മൾ അടുക്കുന്നത് ഈ ഡോക്ടർ BR അംബേദ്കർ എന്നുള്ള ഒരു ഐക്കണെ നമ്മുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടുകൂടി ആയിരുന്നിരിക്കാം. അങ്ങനെയാണ് യഥാർത്ഥം ഈ മേഖലയിലേക്ക് വന്നപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, ഇത് കേവലമായ സംഘടിത ശക്തിയുടെയോ സംഘടിതമായി തീർന്നിട്ട് മറ്റുള്ളവരുമായിട്ട് മത്സരിച്ച് പരിഹരിക്കാവുന്ന കാര്യം മാത്രമല്ലെന്നും ഇത് അടിസ്ഥാനപരമായ ഒരു വൈജ്ഞാനിക പ്രശ്നം കൂടിയാണെന്നും ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രീ ഡിഗ്രിയൊക്കെ തോറ്റ് നടന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ സമയത്താണ് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത്. ഇതൊരു വൈജ്ഞാനിക പ്രശ്നമാണ് എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി വായന, എഴുത്ത്, ആ മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കും. അത് വിദ്യാഭ്യാസത്തിലും അത് പ്രതിഫലിക്കുന്നുണ്ട്. BA പഠിക്കുമ്പോൾ 1-ാം റാങ്ക് ജയിക്കുന്നുണ്ട്. പ്രീ ഡിഗ്രിക്ക് തോറ്റ ആളാണെന്ന് നോക്കണം. അപ്പം അങ്ങനെ വ്യക്തിപരമായി അത്രയൊരു ചേഞ്ച് വരുന്നത് അടിസ്ഥാനപരമായി നമ്മൾ നേടുന്ന വിജ്ഞാനം ഇക്കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണെന്നൊരു തോന്നൽ ഉള്ളതുകൊണ്ടായി. അങ്ങനെയാണ് ഈ മേഖല നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതല്ലാതെ എൻ്റെ ജാതിയോട് പ്രത്യേകിച്ച് സ്നേഹമുള്ളത് കൊണ്ടോ ഒന്നും ആയിരുന്നില്ല. ഈ അടിസ്ഥാനപരമായി പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണ് ഈ മാർജിനലൈസേഷൻ എന്ന ബോധ്യത്തിൽ നിന്നാണ് സാമൂഹ്യ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ വ്യത്യസ്ത രാഷ്ട്രീയ നേതാക്കൾ നമ്മളെ സമീപിക്കുകയും അവരിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള പരിശ്രമങ്ങൾ അവരുടെ സംഘടനകളിലേക്ക് താഴെത്തട്ടിലേക്ക് തന്നെ ഒക്കെ നടന്ന് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ തോന്നാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു വൈജ്ഞാനിക ബന്ധം എങ്ങനെയോ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ്. കേരളത്തിലെ ഒരു മന്ത്രി തന്നെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലേക്ക് തന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ച് കഴിഞ്ഞപ്പോൾ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ പോകാതിരിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അതിൽ എൻഗേജ് ചെയ്യാൻ ജീവിതത്തെ ബാക്കിയുള്ള ഭാഗങ്ങൾ തുറന്നു വെക്കുക എന്നുള്ളൊരു തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്നപ്പോൾ നിരവധി പ്രക്ഷോഭങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്, ആശയ സമരങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്, പൊതുസമൂഹമായിട്ട് മുഖാമുഖം നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിലെല്ലാം ഡോക്ടർ BR അംബേദ്കറുടെയും സമാനമായ അവർ പങ്കിട്ട ചരിത്രബോധവും അവരുടെ ദാർശനിക വീക്ഷണങ്ങളും ഒക്കെയാണ് ഒരു തുണയായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് വളരെ വലിയ വൈജ്ഞാനികമായ വളരെ വലിയ വിപ്ലവമൊന്നും കേരളത്തിൽ നടന്നില്ലെങ്കിലും വൈജ്ഞാനികമായ മുന്നേറ്റത്തിനും കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് താങ്കളുടെ പ്രദേശം എന്ന് പറയുന്ന കല്ലറ പെരുന്തുരുത്ത് പ്രദേശങ്ങൾക്ക് ഒരു ദളിത് രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖം കൂടിയുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിൽ BSP കല്ലറ സുകുമാരൻ്റെ കാര്യം പറയാനുണ്ട്, അതുപോലെ തന്നെ KK കൊച്ച്, പിന്നെ താങ്കളുടെ ആ ഒരു ജനറേഷനിൽ വരുന്ന ആളുകളൊക്കെ തന്നെ പലരും ഈ ദളിത് രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ആളുകളാണ്. ഈ ഒരു ഭൂമിക ഈ ഒരു ചിന്തയെ പരുവപ്പെടുത്തുന്നതിലേക്ക് സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഒന്ന് ഈ കല്ലറ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഈ കീഴ്ത്തട്ട് സമൂഹങ്ങളുടെ വലിയ സാന്നിധ്യമുള്ളൊരു സ്ഥലമാണ്.
രണ്ടാമതൊരു കാര്യം, 60കളിൽ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യൂത്ത് രൂപപ്പെട്ട, ദളിത് യൂത്ത് രൂപപ്പെട്ട ഒരു പ്രദേശമാണ്. അവർ എഡ്യൂക്കേറ്റഡ് ആണ്, എംപ്ലോയിഡ് ആണ് എന്നതിനപ്പുറം സാമൂഹിക പ്രശ്നങ്ങളിൽ തൽപരരായ ഒരു തലമുറ. എൻ്റെ ജ്യേഷ്ഠനടക്കമുള്ള ആൾക്കാർ, കെ കൊച്ചിനെ പോലുള്ള ആൾക്കാർ, ഇവരൊക്കെ സാമൂഹികമായ താല്പര്യത്തോടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ അവർ സജീവ പ്രവർത്തകരായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ കോളേജുകളിലൊക്കെ പഠിച്ചതിലൂടെ ഈ ഡോക്ടർ BR അംബേദ്കറുടെ രചനകളും കാസ്റ്റ് ക്വസ്റ്റ്യനായിട്ടുള്ളൊരു വിദൂരസ്ഥമായൊരു ബന്ധവും ഇവർക്കുണ്ടായി. ഈ കാസ്റ്റ് ക്വസ്റ്റ്യനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വിമർശനം അന്ന് തന്നെ ഇവർ ഉന്നയിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് സമരസപ്പെട്ടു പോകാൻ കഴിയാത്ത സ്ഥിതി അവർക്കുണ്ട്. അവിടെ നടക്കുന്ന കർഷക തൊഴിലാളി സമരം ഒരു കാസ്റ്റ് വാറിൻ്റെ രൂപം പ്രാപിക്കുന്നത്. അതായത് ഭൂവുടമകൾ സുറിയാനി ക്രിസ്ത്യാനികളും കർഷക തൊഴിലാളികൾ ഈഴവരും പുലയരും എന്ന വളരെ കൃത്യമായ വിഭജനം ആ സംഘർഷത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഇവർ റീഡ് ചെയ്യുന്നുണ്ട് അന്ന് തന്നെ, ഇങ്ങനെയാണ് ഇത് വിഭജനം നടക്കുന്നത് എന്നത്. അപ്പോൾ അങ്ങനെ സമൂഹത്തെ സംബന്ധിച്ച് മറ്റൊരു സങ്കല്പം അവിടെ ഉണ്ടായി വരുന്നുണ്ട്. 2 പ്രധാന ഘടകങ്ങളാണ്. ഒന്ന്, സാമൂഹികമായി ചലനക്ഷമതയുള്ള ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. 2, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പാതകൾ പിന്തുടരുന്ന ഒരു തലമുറ കൂടി അവിടെ രൂപം കൊള്ളുന്നുണ്ട്. അപ്പോൾ അവർക്കിടയിൽ നിന്നാണ് ഈ ഇന്നിപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന നിരവധി പേർ ഈ പ്രദേശത്തുകാരൻ. അതിപ്പം KK കൊച്ച്, KK ബാബുരാജ്, G ശശി, സണ്ണി കവിക്കാട് എന്ന് പറയുന്ന കവി, ഞാൻ, ഡോക്ടർ സാംകുട്ടി പട്ടങ്കരി, രേഖാരാജ്, അങ്ങനെ തുടങ്ങി ഒരു വലിയ നിര, ആ ഒരു ഒറ്റ ഒരു വാർഡിലുള്ളവരാണ് ഇവർ മൊത്തം, ഒറ്റ വാർഡിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ കാരണം അതിന് കൃത്യമായൊരു സാമൂഹ്യശാസ്ത്രം ഇതിന് പിന്നിലുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കൂടുതൽ ഇന്നോവേറ്റ് ചെയ്യണമെന്ന് പലരും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു ചെറിയ പ്രദേശത്ത് ഇത്രയും പേർ ഇങ്ങനെ ഉയർന്നു വന്നത് എന്ന കാര്യം. എൻ്റെ റീഡിങ്ങിൽ 2 കാര്യങ്ങളാണ് പ്രധാനമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഒരു എഡ്യൂക്കേറ്റഡ് ആയൊരു വിഭാഗം അവർക്കിടയിൽ നിന്ന് ഉയർന്നു വന്നു, ഒരു സമൂഹത്തെ വേറെ നിൽക്കുന്ന നോക്കി കാണാൻ പഠിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. അവിടെ നിന്ന് മറ്റൊരു നരേഷൻ രൂപം കൊള്ളുകയും ആ നരേഷനിലേക്ക് ആകർഷിക്കപ്പെട്ട ഒരു പുതിയ എഡ്യൂക്കേറ്റഡ് തലമുറ കൂടി അതിൻ്റെ ഭാഗമാകുന്നതിലൂടെയാണ് അങ്ങനെ ഒരു പ്രസൻസ് ഉണ്ടായി വന്നതെന്നാണ്. ഇപ്പോൾ അനിൽകുമാർ എന്നാണ് താങ്കളുടെ പേര്, അതിൽ നിന്ന് സണ്ണി എം കവിക്കാട് എന്ന പേരിലേക്കുള്ളൊരു ട്രാൻസ്ഫർമേഷൻ. ഇതിനെ പലരും, എനിക്ക് തോന്നുന്നു കൂടുതലും സംഘപരിവാർ അണികളാണ് തോന്നുന്നു, പലരും വിമർശിക്കുന്നത് കാണാം. ഒരു ക്രിസ്ത്യാനി പേര്, ഒരു ക്രിസ്ത്യൻ ഇതിലേക്ക് പോകുന്നു എന്നുള്ള മട്ടിലൊക്കെ ആ ഒരു വിമർശനത്തിൽ അല്ലെങ്കിൽ ആ ഒരു പരിഹാസത്തെ ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത്? അതെ, കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യം, ഇത് എന്താണെന്ന് ആരും എന്നോട് ചോദിക്കാറില്ല, ഇതെന്താ സംഭവം ഇത് ചോദിക്കുന്നില്ല. അവരൊരു നിഗമനത്തിലങ്ങ് എത്തുക, എന്താണ് നടക്കുന്നതെന്നുള്ളതല്ല. സണ്ണി എന്നുള്ളത് എന്നെ വീട്ടിൽ വിളിക്കുന്നൊരു പേരാണ്. പുതിയതായിട്ട് ഞാൻ കണ്ടുപിടിച്ച പേരൊന്നുമല്ല, എൻ്റെ ചെറുപ്പത്തിൽ എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്നൊരു പേരാണ്. അപ്പോൾ ഈ അനിൽകുമാർ എന്നുള്ള പേര് മാറ്റം എന്ന് പറയുന്നത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യമാണ് വീട്ടിൽ. അതായത് ഈ മധ്യ തിരുവിതാംകൂറിലെ ദളിതരുടെ കുടുംബത്തെ സൂക്ഷ്മരൂപത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു വീട്ടിൽ തന്നെ ക്രിസ്ത്യാനി എന്ന റെക്കോർഡുള്ളവരും ഹിന്ദു എന്ന റെക്കോർഡുള്ളവരും സർവ്വസാധാരണമാണ്, അപൂർവം പോലുമല്ല, സർവ്വസാധാരണമാണത്. മധ്യ തിരുവിതാംകൂറിലെ കല്യാണങ്ങൾ പരിശോധിച്ചാൽ ദളിത് ക്രിസ്ത്യാനികൾ, ദളിത് ഹിന്ദു എന്ന് പറയുന്നവരുമായിട്ടുള്ള കല്യാണം സർവ്വസാധാരണമാണ്, അത് അത്യപൂർവമൊന്നുമല്ല. ഇത് സർവ്വസാധാരണമായൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഹിന്ദുവും ഞങ്ങൾ ഇളയ സഹോദരങ്ങൾ മുഴുവൻ ക്രിസ്ത്യാനികളും. മൂത്ത ജ്യേഷ്ഠന് ജോലി കിട്ടുന്നു 75-ൽ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അദ്ദേഹത്തിന് ജോലി കിട്ടുമ്പോൾ അച്ഛന് 2 പേരാണ്. സുകുമാരൻ എന്നാണ് അച്ഛൻ്റെ പേര്. അത് SSLC ബുക്കിൽ മൂത്ത ജ്യേഷ്ഠൻ്റെ SSLC ബുക്കിൽ സുകുമാരൻ, രാജപ്പൻ സുകുമാരൻ. എൻ്റെ ഇതിൽ ഞങ്ങളുടെ ഇതിൽ വരുമ്പോൾ മത്തായി ആയിട്ടാണ് വരുന്നത്. ഈ മത്തായിയും സുകുമാരനും ആരാണെന്നൊരു ചോദ്യം. അദ്ദേഹത്തിന് കാനറ ബാങ്കിൽ ക്ലർക്കായിട്ട് ജോലി കിട്ടി
മൂത്ത ജ്യേഷ്ഠന്, രേഖയുടെ അച്ഛന്. അപ്പോൾ ഇത് രണ്ടും ഒരാളാണോ തർക്കമായി. അപ്പോൾ വില്ലേജ് ഓഫീസ് ചെയ്യുന്നത് രണ്ടും ഒരാൾ തന്നെയാണെന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിയപ്പോൾ വില്ലേജ് ഓഫീസറാണ് അന്ന് ചാച്ചന് കൊടുക്കുന്നൊരു ഉപദേശമാണ്, ഈ നിങ്ങൾക്ക് റീകൺവെർട്ട് ചെയ്യാം, നിങ്ങളെല്ലാവരും ഏതെങ്കിലും ഒരു മതത്തിലേക്ക് മാറണം. അങ്ങനെ പലതായി കിടന്നാൽ ഇനിയും പിള്ളേരൊക്കെ പഠിക്കുമല്ലേ, ഭാവിയിൽ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഹിന്ദു എന്ന നിലക്ക് ജ്യേഷ്ഠന് ജോലി കിട്ടി എന്ന കാരണത്താൽ ഹിന്ദു മതത്തിലേക്ക് കുടുംബം മൊത്തം റീകൺവെർട്ട് ചെയ്യാൻ. ഈ റീകൺവെർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ അനിൽകുമാർ എന്നുള്ള പേര് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ പേര് സണ്ണി എന്നാണെങ്കിൽ ഞാൻ മാമോദീസ മുങ്ങിയ ഒരാളല്ല, മനസ്സിലായി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും പള്ളിയിൽ പോകാറില്ല, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെയും പള്ളിയിൽ അടക്കിയിട്ടില്ല, ഞങ്ങളുടെ വീട്ടിൽ ഹിന്ദു ആചാരവും ചെയ്യാറില്ല. ആദ്യഘട്ടത്തിലൊക്കെ മരണമൊക്കെ നടക്കുമ്പോൾ ചില ആചാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തീരെയില്ല, ഒട്ടും തന്നെയില്ല, ഒരാചാരവും ചെയ്യാതെയാണ് കാര്യങ്ങൾ. ഇതാണ് ഈ അനിൽകുമാർ എന്നുള്ള പേരിൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററി. അതല്ലാതെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ റീകൺവേർട്ട് ചെയ്തൊരു ജോലി വാങ്ങേണ്ട അവസ്ഥയൊന്നും ഉണ്ടായിരുന്ന ഒരാളല്ല. ഞാൻ സിവിൽ സർവീസ് പരീക്ഷ ജയിച്ച ഒരാളാണ്. ഞാൻ LICയിലൊരു ഗുമസ്തനായി ജോലി ആരംഭിച്ച ആളാണ്. സിവിൽ സർവീസിൻ്റെ പരീക്ഷ ആദ്യത്തെ എഴുതുന്നത് തന്നെ പ്രിലിമിനറി ജയിച്ച ഒരാൾ എന്ന നിലക്ക് എനിക്ക് ഏത് പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ജോലിക്ക് വേണ്ടി എനിക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് യാതൊരു ആവശ്യമില്ല. ഇതൊക്കെ വെറുതെ ആൾക്കാർ സങ്കല്പിക്കുക. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം ശ്രീജിത്ത് നമ്മളിതിനൊക്കെ മറുപടി പറയും, ഞാനിത് മറുപടി പറയാത്ത എന്നെ സംബന്ധിച്ചത് ഞാൻ അതിനകത്ത് ഒരു കൗശലമോ ഒരു കള്ളത്തരമോ ഒരു തട്ടിപ്പോ ഒരു സംഭവമില്ല. ഇത് വളരെ സ്വാഭാവികമായിട്ട് മധ്യ തിരുവിതാംകൂർ വ്യാപകമായി ഉള്ളൊരു പ്രതിഭാസമാണ് റീകൺവെർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ അനുസരിച്ച് ഏത് മതത്തിൽ പോയ ഈ ദളിതനും റീകൺവേർട്ട് ചെയ്യാം, അത് നിയമപരമാണ്. നിയമലംഘനമൊന്നും ഇതിനകത്തില്ല. ഇവർ പറയുന്നത് കേട്ടാൽ എന്തോ വലിയ നിയമലംഘനം കാണിച്ച് എന്തോ തട്ടിപ്പ് നടത്തി പള്ളിക്ക് വേണ്ടി എന്നൊക്കെ പറയുന്നത്, ഇതിനൊന്നും മറുപടി പറയാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് ഇതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ്. കാരണം അത് ആരെങ്കിലും കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി ജീവിച്ച ഒരാളല്ല ഞാൻ ഇന്ന് വരെ. ഇനി അത്രയും കാലം എന്തായാലും ജീവിക്കില്ല, നല്ല ഉറപ്പുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും പ്രത്യേകിച്ച് കൺവിൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു വലിയ വിമർശനമാണ് താങ്കളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജാതിവാദി എന്നുള്ളത്. അതിനേത് രീതിയിലാണ് കാണുന്നത്? അത് കാര്യങ്ങൾ ഞാൻ ജാതിയെ ഈ കേരളത്തിലെ ഇന്ത്യയിലൊരു പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും മർമ്മപ്രധാനമായി എടുക്കേണ്ട ഒരു കാറ്റഗറി കാസ്റ്റാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എന്നെ സാമൂഹ്യശാസ്ത്രം പഠിപ്പിച്ചൊരു കാര്യമാണ്, അല്ലാണ്ട് ഞാൻ കണ്ടുപിടിച്ച കാര്യമല്ല. ഇന്ത്യയിലെ ഏത് പ്രശ്നം ചർച്ച ചെയ്യുമ്പോഴും അത് എസ്തെറ്റിക്സ് ആകട്ടെ, പൊളിറ്റിക്കൽ ഫിലോസഫി ആവട്ടെ, സോഷ്യോളജി ആവട്ടെ, ഹിസ്റ്ററി ആവട്ടെ, ഏത് വിഷയം ചർച്ച ചെയ്യുമ്പോഴും കാസ്റ്റ് ഒരു പ്രധാനപ്പെട്ട കാറ്റഗറിയായി നമ്മൾ പരിഗണിച്ചിരിക്കണം. അങ്ങനെ പരിഗണിക്കുന്നില്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന മേഖലയെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരും. ഇതാണ് ഞാൻ പറയുന്നത്. അതെന്ന് പറയുക, ഇന്ത്യൻ സൊസൈറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ സംഘാടനത്തിൻ്റെ പ്രധാനപ്പെട്ട എലമെൻ്റ് കാസ്റ്റാണ്. ഇപ്പോൾ ഹിസ്റ്ററി നമ്മൾ നോക്കി, ഇപ്പോൾ അതൊരു ഒറ്റ ഉദാഹരണം കൊണ്ട് ഞാനത് തെളിയിക്കാം. നമ്മൾ പറയുന്നതല്ല കാസ്റ്റ്. അതായത് കേരളത്തിൽ 19-ാം നൂറ്റാണ്ട് മുതൽ കേരള ചരിത്രം ശാസ്ത്രീയമായി എന്ന് വിളിക്കുന്ന ആധുനിക ചരിത്രകാരന്മാർ വിളിക്കുന്ന മെത്തഡോളജി അനുസരിച്ച് ഉള്ള ചരിത്രരചന നടക്കുന്നുണ്ട്. ഈ ഗസറ്റിയർ മുതൽ പിന്നെ കുറച്ച് നമ്മുടെ ഇവിടെയുള്ള അധ്യാപകർ, പത്മനാഭമേനോനോ ശ്രീധരമേനോനോ രാജൻ ഗുരുക്കളോ അങ്ങനെ തുടങ്ങി വലിയൊരു നിരയെ നമുക്ക് കാണാൻ പറ്റും. ഇവരുടെ ഒരു പുസ്തകത്തിലും കേരള ചരിത്രത്തിൽ വളരെ സജീവമായിരുന്ന അടിമക്കച്ചവടത്തെ സംബന്ധിച്ച പരാമർശങ്ങളേയില്ല. എന്തുകൊണ്ടായിരിക്കാം അതില്ലാതെ പോയത്? ഇത് പിൽക്കാലത്ത് സനൽ മോഹനോ അല്ലെങ്കിൽ വിനിൽ പോളോ
ഒക്കെ എഴുതുമ്പോഴാണ് അത് പ്രത്യക്ഷത്തിൽ വരുന്നത്. എന്തുകൊണ്ടായിരിക്കും? രാജൻ ഗുരുക്കളെ പോലെ ഒരുപക്ഷെ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു അക്കാഡമീഷ്യനാണ് രാജൻ ഗുരുക്കൾ. രാജൻ ഗുരുക്കളും രാഘവാര്യരും കൂടി കേരള ചരിത്രത്തെക്കുറിച്ച് ആധികാരികമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പുസ്തകം അവരെഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഗ്രാമത്തിലെ വിഭവങ്ങൾ സമാഹരിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു രീതിശാസ്ത്രം പോലും ഒരു പുതിയതായിട്ട് കൊണ്ടുവരുന്നു. ഇതിനകത്തൊന്നും അടിമക്കച്ചവടമില്ല. കേരളത്തിൽ അടിമച്ചന്തകളുണ്ടായിരുന്നു. അടിമച്ചന്തകൾ വിറ്റ് കന്നുകാലികളെ വിൽക്കുന്ന പോലെ ആൾക്കാരെ വിറ്റിരുന്നു. ചില പള്ളികളിൽ ഒരു ദിവസം പ്രാർത്ഥനയും 6 ദിവസം അടിമകളെ പൂട്ടിയിടുന്ന സ്ഥലങ്ങളായി പള്ളികളുണ്ടായിരുന്നു. ഇത്രയും വ്യക്തമായ തെളിവുകളും അത് ദളിതർ മാത്രമല്ല അടിമകളായിരുന്നു. നായന്മാർ ഈ കാസ്റ്റിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നവരെ അടിമകളായി വിൽക്കുമായിരുന്നു. അപ്പോൾ നായന്മാരൊക്കെ അടിമകളാക്കി പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. ആരാണോ കാസ്റ്റ് നിയമത്തെ ലംഘിക്കുന്നത് അവരെ കാസ്റ്റിൽ നിന്ന് പുറത്താക്കി അടിമകളായി പരിഗണിച്ച് അയിത്തജാതിക്കാരെ ഒന്ന് തൊട്ടാൽ മതി, അശുദ്ധിയായി, പിന്നെ അടിമകളാക്കി കൊണ്ടുപോകുന്ന പതിവ്. ഈ വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യ സത്തയെ പരിപൂർണമായി റദ്ദ് ചെയ്യുന്ന അടിമത്തം പോലെയുള്ള ഒരു ചരിത്ര യാഥാർത്ഥ്യം നമ്മുടെ ചരിത്ര രചനകളിൽ പ്രത്യക്ഷപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ പറയുന്നത് കാസ്റ്റിനെ അവർ ഗൗരവമായി എടുക്കാത്തതുകൊണ്ടാണെന്ന് പറയുന്നത്. കാസ്റ്റിനെ ഗൗരവമായി എടുത്ത ചരിത്രകാരനാണ് സനൽ മോഹൻ, വിനിൽ പോൾ. അവർ കാസ്റ്റിനെ പ്രധാനമായിട്ട് എടുക്കുന്നവരാണ്. അവിടെ അവർക്ക് പെട്ടെന്ന് അത് കണ്ടെത്താൻ പറ്റി. അപ്പോൾ സനലിൻ്റെ പുസ്തകങ്ങൾ പിന്നെ അക്കാഡമിക് സർക്കിളിലാണ് അത് കൂടുതൽ വന്നത്. വിനിൽ പോളിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് കേരളത്തിലെ പബ്ലിക് ഇമാജിനേഷനെ പിടിച്ചെടുത്ത പുസ്തകം. അതോടുകൂടി ആസ്ഥാന ചരിത്രകാരന്മാർ യഥാർത്ഥത്തിൽ കേരളത്തിൽ കുഴഞ്ഞു വീഴുക ചെയ്തത്. ഇത് ഞാൻ വെറുതെ ഒരു മെറ്റഫറായിട്ട് പറയുന്നില്ല. ഗുരുക്കളുടെ 3 മണിക്കൂർ പ്രഭാഷണമാണ് അടിമത്തത്തെക്കുറിച്ച് പിന്നെ നമ്മൾ കണ്ടത്. ഈ പുസ്തകം എഴുതിയപ്പോൾ ഇല്ലാത്ത ഈ ബോധം എങ്ങനെയാണ് വന്നത്? ഇത് കാസ്റ്റിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാൻ കഴിയാതെ പോയത് കൊണ്ട് അദ്ദേഹത്തിനെ പറ്റിയൊരു പാളിച്ചയായിട്ടാണ് ഞാനെന്തിനും മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തിപരമായൊരു പ്രശ്നമല്ലത്. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ കാസ്റ്റ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയായി, നമ്മളൊരു തിങ്കിങ് കാറ്റഗറിയായിട്ട് നമ്മൾ തലയിൽ കൊണ്ടു നടന്നാൽ മാത്രമേ സമൂഹം ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടെന്ന് നമുക്ക് പിടികിട്ടത്തുള്ളൂ. ഇത് പറയുന്നത് കൊണ്ട് ഞാൻ എല്ലാത്തിലും എന്നെക്കുറിച്ചൊരു കക്ഷി പറഞ്ഞൊരു കാര്യം, ഈ മൈക്രോസ്കോപ്പായിട്ട് നടക്കുന്ന ആളാണെന്നാണ്. ജാതി കണ്ടുപിടിക്കാൻ കൊണ്ട് നടക്കുന്ന ആളാണ്. ഇത് മൈക്രോസ്കോപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. കണ്ണ് തുറന്ന് നോക്കിയാൽ മതി. ഇവർ കണ്ണ് തുറക്കാൻ തയ്യാറല്ല. നമ്മൾ കണ്ണ് തുറന്ന് നോക്കുന്നുള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ കാസ്റ്റിനെ എന്തുകൊണ്ട് നമ്മൾ പരിഗണിക്കുമെന്ന് ചോദിച്ചാൽ സമൂഹത്തിൻ്റെ മെക്കാനിസം നമുക്ക് പൂർണ്ണ രൂപത്തിൽ മനസ്സിലാവണമെങ്കിൽ കാസ്റ്റിനെ നമ്മളൊരു കാറ്റഗറിയായി അംഗീകരിക്കണം. കാസ്റ്റീസ്റ്റ് എന്ന് പറഞ്ഞാൽ അതല്ല. കാസ്റ്റീസ്റ്റ് എന്ന് പറയുന്നത് സ്വന്തം ജാതിക്ക് വേണ്ടിയുള്ള പഴുതുകൾ കണ്ടെത്തുന്നവരാണ്, അതിനുവേണ്ടിയുള്ള വാദമുഖങ്ങൾ കണ്ടെത്തുന്നവരെയാണ്. ഇപ്പം ഉദാഹരണം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാസ്റ്റീസ്റ്റ് എന്ന് പറയുന്നത് സുകുമാരൻ നായരാണ്. അദ്ദേഹം സവർണനായതുകൊണ്ട് പറയുന്നതല്ല, അദ്ദേഹത്തിൻ്റെ വാദഗതികളാണത്. അദ്ദേഹം പറയുന്നൊരു കാര്യം, നായന്മാരെ ആരും സഹായിക്കുന്നില്ല, സ്റ്റേറ്റ് സഹായിക്കുന്നില്ല, ഞങ്ങൾക്ക് സംവരണമില്ല. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെ ഒരു തുടക്കം. ആ പ്രമിസിൽ നിന്ന് അവിടെ എല്ലാ ആർഗ്യുമെൻറ്റും ആരംഭിക്കുന്നത്. ഇത് ഒരു നുണയാണെന്നുള്ള കാര്യം കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അതായത് നായർ ഒരു വിഭാഗം എന്നല്ല, അവരെ സ്റ്റേറ്റ് സഹായിക്കുന്നില്ല എന്നത് വെറുതെ നുണ പറയുന്ന എല്ലാവർക്കും അറിയാം. അവർക്ക് EWSൻ്റെ 10% സംവരണം ഉണ്ടെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അതും നുണയാണ്. എന്നിട്ട് വിളി പറഞ്ഞ് ഞങ്ങൾക്കൊരു സംവരണമില്ല. സംവരണത്തിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ളവർ ഈ സംവരണത്തിൻ്റെ അവകാശങ്ങളിലൂടെ ജോലിയല്ല തട്ടിക്കൊണ്ടു പോകുന്നു. ഇദ്ദേഹം പറയുന്ന 3ാമത്തെ വാക്കാണ്. നമുക്ക് കണക്കെടുക്കാം, നമ്മൾ പറയാം. നമ്മൾ തിരിച്ച് പറയുന്നത് അദ്ദേഹത്തോട് പറയുന്നത്, നമുക്ക് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ജാതി തിരിച്ചുള്ള കണക്കെടുക്കാം, അത് വേണ്ടെന്ന് പറയും. അത് കണക്ക് പുറത്തു വന്നാൽ ഇദ്ദേഹത്തിൻ്റെ വാദഗതി മുഴുവൻ പൊളിയും. അപ്പോൾ ആരാ കാസ്റ്റീസ്റ്റ്? കണക്കെടുക്കണമെന്ന് പറയുന്ന ഞാനാണോ,
കണക്കെടുക്കേണ്ടതെന്ന് പറയുന്നത് അദ്ദേഹമാണ്. പക്ഷേ പഴി ഈ നമ്മുടെ മേൽ വരുന്നതിന് വേറൊരു മെക്കാനിസം കൂടിയുണ്ട്. ഈ ജാതിയുടെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം കീഴ്ത്തട്ട് വിഭാഗങ്ങൾ കുറ്റവാളികളാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ എത്ര പുതിയ ആശയം പറഞ്ഞാലും അത് പുതിയതല്ലെന്ന് പറയുക, അതിന് പ്രാധാന്യം ഇല്ലെന്ന് പറയുക, അത് കണ്ടുപിടിക്കുന്ന വലിയ കാര്യമൊന്നുമില്ലെന്ന് പറയുക. നമ്മൾ മൊത്തത്തിൽ നമ്മളൊരു കോൺട്രിബ്യൂട്ടീവ് മനുഷ്യനല്ലെന്ന് സ്ഥാപിച്ചുകൊണ്ടിരിക്കലാണ് കാസ്റ്റിൻ്റെ ഒരു മെക്കാനിസം. അതാണ് നമ്മുടെ മേൽ ചാർത്തുന്നത്. യഥാർത്ഥത്തിൽ 20 കൊല്ലം മുമ്പ് ജാതി എന്ന് പറയാൻ പേടിച്ച കേരളീയ സമൂഹം ഇപ്പോൾ ജാതിയെന്ന് സംശയരഹിതമായി ജാതി എന്ന വാക്ക് പറയും. ഇതിലേക്ക് ഈ സമൂഹത്തെ നയിച്ചതിൽ ഈ ദളിത് ഇൻ്റലക്ച്വൽസിന് വലിയ പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ മാത്രം കണ്ടുപിടിക്കാന്നുള്ള ഒരു അവകാശവും എനിക്കില്ല. പക്ഷേ വലിയൊരു നിര പണിയെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വിസിബിലിറ്റി, കാസ്റ്റ് ഡിസ്കോഴ്സിനൊരു വിസിബിലിറ്റി കേരളത്തിലുണ്ടായത്. ഇപ്പോൾ ജാതിയെക്കുറിച്ച് സംസാരിക്കാത്ത ഡിസ്കോഴ്സൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഞാൻ ജാതിവാദിയാണെന്ന് പറയുന്നവർ ജാതിവാദം എന്താണെന്ന് മനസ്സിലാക്കുന്നവരല്ല, ജാതി തന്നെ എന്താണെന്നും മനസ്സിലാക്കുന്നവരല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അവർ യഥാർത്ഥത്തിൽ ഈ അവരുടെ ജാതിവാദത്തെയാണ് അവർ പുറത്ത് കൊണ്ടുവരുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ജാതിവാദം പറയുന്നത്. സമൂഹത്തിൽ ജാതി പ്രവർത്തിക്കുന്നത് അത് ഒരു വളരെ മൈക്രോ ലെവലിലാണെങ്കിലും അതിപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്, നന്നായിട്ട് തന്നെ വിസിബിൾ ആകുന്ന തരത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് മറയ്ക്കാനുള്ളൊരു ശ്രമം കൂടിയാണ് ജാതിയെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ജാതി എന്താണ് എന്ന് അഡ്രസ്സ് ചെയ്യുന്ന ആളുകളെ ജാതിവാദികളാക്കുന്നത് എന്ന് തോന്നുന്നു. അതെ, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ കേരളത്തിലൊരു മാന്യനായൊരു മനുഷ്യൻ പറയുന്നത് എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവണം. ഇത് എന്ത് വാദമായിട്ട് നമ്മളെടുക്കുക? അതാണ് ജാതിവാദം. അതാണ് യഥാർത്ഥ ജാതിവാദം. മേന്മയുള്ള ജാതികൾ ഇവിടെ ഉണ്ടെന്ന് സമ്മതിച്ചു കൊടുക്കുക. അതുകൊണ്ടാണല്ലോ ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് പറയുന്നത്, മേന്മ. അപ്പോൾ ഈ മേന്മയുള്ള ജാതികൾ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഏകപക്ഷീയമായൊരു പ്രസ്താവനയല്ല. മേന്മയില്ലാത്ത ജാതികൾ ഇവിടെ ഉണ്ടെന്നുള്ളൊരു ഇംപ്ലിക്കേറ്റീവ് മീനിങ് ആ ഒരൊറ്റ വാക്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഉന്നത കുലജാതനാണെന്ന് പറയുമ്പോൾ അധമ കുലജാതവരുടെ ഉണ്ടെന്നുകൂടി അർത്ഥമുണ്ട് അതിന്. അതാണ് യഥാർത്ഥ ജാതിവാദം എന്ന് പറയുന്നത്. പക്ഷേ അത് നമുക്ക് ജാതിവാദമായിട്ട് തോന്നുന്നില്ല. ഇത് ജാതിയുടെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ ആധികാരികത എപ്പോഴും മേൽത്തട്ടിൽ നിന്നേ വരാവൂ. സമൂഹത്തിൻ്റെ ആധികാരികത, സമൂഹത്തിൻ്റെ വിജ്ഞാനം, സമൂഹത്തിൻ്റെ സൗന്ദര്യ സങ്കല്പങ്ങൾ, സമൂഹത്തിൻ്റെ സാഹിത്യ ഭാവനകൾ, ഇതൊക്കെ മേൽത്തട്ടിൽ നിന്ന് വരാൻ പറ്റത്തുള്ളൂ. അത് ആദിവാസിയെക്കുറിച്ചായാലും മേൽത്തട്ടിൽ നിന്ന് വരാൻ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് വന്നാൽ മാത്രമേ പിടിക്കുകയുള്ളൂ. ഇവിടെ നിന്ന് അതുണ്ടാവേണ്ട കാര്യമില്ല. അതുണ്ടാകാൻ പറ്റിയൊരു പ്രദേശമല്ലത്. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ കുഴപ്പക്കാരും മിണ്ടാതെ നടക്കുന്ന ദളിതരെല്ലാം മാന്യന്മാരുമാണെന്ന് അവർ പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തി. അതാണ് നമ്മളിത് പറയുന്നവരെല്ലാം കുഴപ്പക്കാരും, മിണ്ടാതെ നടക്കുന്നവരൊക്കെ മാന്യന്മാരുമാണ് എന്ന് പറയുന്നത്. അവരുടെ ജാതി മറച്ചു വെക്കാനുള്ള ഒരു വലിയ പരിശ്രമമാണ് അതിലൂടെ യഥാർത്ഥം നടത്തുന്നത്. അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ ഉന്നത കുലജാതൻ പരാമർശം. അതായത് ആദിവാസികളെ ആദിവാസികളുടെ വകുപ്പ് ഭരിക്കാൻ ഒരു ഉന്നത കുലജാതൻ വരട്ടെ, അതിനെ ഒന്ന് സമീകരിക്കുന്നതിനായി മറ്റൊരു വാദം കൂടി മറുവശത്ത് വെക്കുന്നുണ്ട്. അത് ആദിവാസികളിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മറ്റു വിഭാഗങ്ങളുടെ തലപ്പത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സമീകരിക്കുക, അണികൾക്ക് വേണ്ടി ഒരു ഇട്ടുകൊടുക്കുന്നു എന്നുള്ളൊരു സംഗതി കൂടിയുണ്ട്. ഈ ഉന്നത കുലജാതൻ പരാമർശത്തെ അതിനെ ഏത് തരത്തിലാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഈ ഉന്നത കുലജാതർ എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ ജനാധിപത്യ ഇന്ത്യയിൽ ഉപയോഗിക്കരുതാത്ത വാക്കാണ്. അങ്ങനെ ഉന്നത കുലജാതർ, ഹീന കുലജാതർ എന്നൊരു വിഭജനം ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമുക്ക് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അങ്ങനെ ഒരു ഭാവന പോലും നിൽക്കില്ല, ഭരണഘടനാപരമായിട്ട് പോലും നിൽക്കില്ല. അത് നമ്മളെല്ലാവരും തുല്യ പൗരന്മാരാണെന്നുള്ളതാണ് നമ്മളൊരു സങ്കല്പമായിരിക്കേണ്ടത്. ഇദ്ദേഹം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആ സങ്കല്പം പിൻപറ്റാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തിന് ഭരണഘടന ബാധകമല്ലാത്തത് കൊണ്ടും ഹിന്ദു നിയമങ്ങൾ ബാധകമായതുകൊണ്ടുമാണ് ഇയാൾ ഈ ഉന്നത കുലജാതൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഉന്നത കുലജാതർ വരട്ടെ
ആദിവാസികളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അഴിമതി നടക്കുന്നു, ആദിവാസികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല, അത് പരിഹരിക്കാൻ ഉന്നത കുലജാതർ ആ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്. ആ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ആദിവാസികളെ നോക്കി നടത്താൻ, മര്യാദയ്ക്ക് അവരുടെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നോക്കി നടത്താൻ കഴിയുന്ന ഒരു വർഗം ഉന്നത കുലജാതരാണ്. ഇതാണ് ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന സംഭവം. ചാതുർവർണ്ണ്യത്തിൻ്റെ ടോട്ടൽ ആർഗ്യുമെൻറ്റേറ്റീവ് പൊസിഷൻ ഇന്ത്യക്കകത്ത് വൈജ്ഞാനികമായൊരു കാര്യമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള അവകാശം ബ്രാഹ്മണന് മാത്രമേ ഉള്ളൂ. യുദ്ധത്തിൻ്റെ കാര്യമുണ്ട്, അത് ക്ഷത്രിയന് മാത്രമേ ഉള്ളൂ. അവിടെ ശൂദ്രൻ കയറി യുദ്ധം ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ പറ്റത്തില്ല. അവൻ കാല് കഴുകി വെള്ളം കുടിച്ചാൽ മതി ശൂദ്രൻ. കച്ചവടം നടത്താൻ കാര്യത്തിൽ ബ്രാഹ്മണൻ ഇടപെടില്ല, ശൂദ്രൻ ഇടപെടണം, അത് വൈശ്യം ചെയ്തോളൂ എന്നാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ജന്മഗുണമായി ആൾക്കാരെ ഭരിക്കുക എന്നുള്ളൊരു ജന്മഗുണമായിട്ടാണ് ഈ പറയുന്നതിൻ്റെ ഒരർത്ഥം. തിരിച്ചു പറയുന്നൊരു കാര്യം, ആദിവാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം നോക്കട്ടെ, ഇതാണ് പറയുന്നത്. ബാലൻസ് ചെയ്യാൻ പറയുന്നൊരു കാര്യം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇയാൾ ഇന്ത്യൻ ഭരണമൊന്നും വായിച്ചിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇയാളൊരു ജനപ്രതിനിധിയല്ലേ, അയാൾ ഇങ്ങനെ വൃദ്ധനായ മനുഷ്യനൊന്നും അല്ലല്ലോ. അയാൾക്ക് ഇതൊന്ന് വെറുതെ ഈ ഭരണഘടന ഒന്ന് മറിച്ച് നോക്കാമല്ലോ. ഈ ഭരണഘടനയിൽ ദളിതർക്ക്, SC ST വിഭാഗങ്ങൾക്ക് പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, സാമൂഹ്യ നീതി വകുപ്പും വേറെയുണ്ട്. ഇതെല്ലാം സവർണർക്ക് വേണ്ടി ഇന്ത്യക്കകത്ത് ഒരു വകുപ്പില്ലെന്ന്, അങ്ങനെ ഒരു മിനിസ്ട്രി ഇല്ല. പിന്നെ ഈ ആദിവാസി എവിടെ ചെന്ന് ഭരിക്കും, ആരെ ഭരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ യഥാർത്ഥം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ SC ST വകുപ്പ് ഒഴികെയുള്ള വകുപ്പ് മുഴുവനും സവർണനെയാണ് അയാൾ ഈ പറയുന്നത്. എന്തൊരു ഭീകര പ്രവർത്തനം എന്നാലും ഇതാണ് കാസ്റ്റ് വാദം എന്ന് പറയുന്നത്, ജാതിവാദം എന്ന് പറയാൻ അതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആദിവാസികളുടെ പ്രശ്നം പരിഹരിക്കാനല്ല അദ്ദേഹം ശ്രമിക്കുന്നത്, ആദിവാസികളെ ഭരിക്കാനുള്ള അവകാശം സവർണനാണെന്ന് സ്ഥാപിക്കുകയും ആദിവാസികൾ വേണം ഇവരെ വന്ന് ഭരിച്ചോട്ടെ എന്ന് ഇല്ലാത്തൊരു കാര്യം പറയുകയും ചെയ്യുന്നതിലൂടെയാണ് ഇയാൾ വളരെ കൃത്യമായി സവർണ സേവ ചെയ്യുന്ന ഒരാളായി ആ സ്റ്റേറ്റ്മെൻറ്റിൽ മാറുന്നു. പിന്നെ ഇയാൾ ഈ പറയുന്ന പോലെ അല്ല, ഇന്ത്യൻ ഭരണഘടന ചില വാക്കുകൾ നിരോധിക്കുന്നു. രാജാവ്, രാജ്ഞി, സർ പദവി, രാജകുമാരി, ഈ ഉന്നത കുലജാതൻ, ഹീന, അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെ വിലക്കുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ ഇത് ശ്രീ പത്മനാഭൻ്റെ മണ്ണാണ്, ജാതിയാണ് പറഞ്ഞത്. പക്ഷെ അത് ജാതിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്, എവിടെയാണ് പ്രശ്നം കിടക്കുന്നത്, ഇത് കാസ്റ്റാണ് പറയുന്നത്. ഇപ്പോൾ രാജകുമാരി എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് അവിടെ, രാജ്ഞി എന്ന് പറയുന്ന സ്ത്രീ തിരുവനന്തപുരത്തുണ്ട്. അവർ വരുമ്പം അവരെ എതിരേക്കാൻ വേണ്ടി കുറേ പ്രജകളുമുണ്ട് അവിടെ. അവർക്ക് പിന്നെ ഇത്രയും പ്രായമായ ആളാണ്, തലക്ക് വെളിവീടൊക്കെ കാണും. അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ മെൻസസ്സായ സ്ത്രീകൾ വെള്ളമൊഴിച്ചാൽ ചെടി കരിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ തലയ്ക്ക് ഓളോളം കൊണ്ട് പറയുന്നതായിരിക്കും, അത്രയും പ്രായമൊക്കെ ആയില്ല. അപ്പോൾ ഈ ആ സ്ത്രീയുടെ കൂടെ ഒരു ചെറുപ്പക്കാരനുണ്ട്, അവനൊരു 26-27 വയസ്സുള്ള, അവൻ രാജകുമാരനാണെന്ന് പറഞ്ഞ് അവനും വേഷം കിട്ടി ഇറങ്ങിയേക്കുക. അവനൊരു പയ്യനല്ലേ, അവനെന്തെങ്കിലും വെളിവ് വേണ്ടേ, അവനുമില്ല വെളിവ്. അപ്പോൾ ഇവരെ സ്വീകരിക്കാൻ വേറെ കുറേ പ്രജകളാണെന്നും പറഞ്ഞ് കുറേ ആൾക്കാർ അവിടെ നിൽക്കുക. അപ്പോൾ ഇത് കാസ്റ്റ് പ്രാക്ടീസാണത്. ഈ രാജാവിൻ്റേതാണ് ഇപ്പോഴും ഈ മണ്ണെന്ന് തോന്നുന്നത് തന്നെ കാസ്റ്റ് പ്രാക്ടീസാണ്. ഇത് കാസ്റ്റ് പ്രാക്ടീസാണെന്ന് നമുക്ക് തോന്നുന്നില്ല, ഇത് മറ്റെന്തോ ആണെന്ന് നമുക്ക് തോന്നുന്നു. നമ്മളെപ്പോലെ കാസ്റ്റ് സിസ്റ്റം ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് പറയുന്ന ആൾക്കാർ മുഴുവൻ ജാതിവാദികളായി മാറുകയും ജാതിയെ സ്വന്തം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നവർ ജാതിയില്ലാത്തവരായി മാറുകയും ചെയ്യുന്ന വിചിത്രമായ ഒരു സ്ഥലമാണ് കേരളം. ജനാധിപത്യത്തെ മനസ്സിലാക്കുന്നതിലും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതായത് അംബേദ്കർ ഏത് തരത്തിലാണ് സമൂഹം മനസ്സിലാക്കുന്നത്, കേരള സമൂഹം മനസ്സിലാക്കുന്നത്? ഈ അംബേദ്കറെ കേരളം ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അംബേദ്കർ എന്നത് കേരളത്തിൻ്റെ പൊതുബോധത്തിനകത്ത് ഒരു ബ്രിട്ടീഷ് ചാരൻ എന്ന ഒരു നിലയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അയാളൊരു ബൂർഷ്വാസിയാണെന്നുള്ളത്. ബൂർഷ്വാസി എന്ന് പറഞ്ഞാൽ വലിയ കുറ്റവാളി എന്നാണ് കേരളത്തിലെ അർത്ഥം. അപ്പോൾ ഇദ്ദേഹം ഒരു ബൂർഷ്വാസിയായിരുന്നു, കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് നടക്കുന്ന, അതൊക്കെയാണ് ബൂർഷ്വാസിയുടെ ലക്ഷണമായിട്ട് ഇവരെടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൻപുറത്തെ റേഷൻ കടക്കാരൻ ബൂർഷ്വാസിയും അവിടെ അരി മേടിക്കാൻ ചെല്ലുന്നവൻ തൊഴിലാളി വർഗമാണെന്നൊക്കെ വിചാരിച്ച ജനത, അത്രയും ജനപ്രിയമായ മാർക്സിസം വിളയാടിയൊരു സ്ഥലമാണ്
നമ്മുടെ നാട്ടിലൊരു കയറുപിരി കേന്ദ്രം ഉണ്ടാക്കിയവനെ കൊന്നുകളയുക ബൂർഷ്വാസിയാണെന്ന് പറയുന്നത്. ഇങ്ങനെ ഇതൊക്കെ വളരെ ലളിത യുക്തിയാണ് അതിനകത്തെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അംബേദ്കർ യഥാർത്ഥത്തിൽ അംബേദ്കറെ മനസ്സിലാക്കുന്നതിൽ വളരെ ലേറ്റായൊരു സമൂഹമാണ് കേരളം. വളരെ ലേറ്റായിട്ടാണ് അംബേദ്കർ എന്നുള്ള പേര് കേരളത്തിലേക്ക് വരുന്നത്. അത് വന്നതിന് ശേഷം അംബേദ്കറെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിലും കേരളം വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ദളിത് സെക്ഷനിലൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ട്. ഇത് സവർണർ മനസ്സിലാക്കിയത് മാത്രം കുഴപ്പമാണ്, ദളിതർ ഇതെല്ലാം മനസ്സിലാക്കി വലിയ ബുദ്ധിമാന്മാരാണെന്നുള്ള യാതൊരു അവകാശവാദവും ഞാൻ പറയത്തില്ല. അതൊക്കെ വെറുതെ മിഥ്യയാണത്. അംബേദ്കറെ മനസ്സിലാക്കുന്നതിൽ കേരളത്തിൽ വലിയ ഇൻപുട്ട് ദളിത് സെക്ഷനിൽ നിന്നുള്ളവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമായിരിക്കെ അത് തന്നെ എത്രമേൽ പൂർണ്ണമാണെന്നുള്ളതിലും സംശയമുണ്ട്. ഏതായാലും അംബേദ്കർ ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു ഭാവന കരുപ്പിടിപ്പിച്ച ആളാണ് എന്ന നിലക്ക് ഇനിയും കേരളം ഉൾക്കൊണ്ടിട്ടില്ല. അതായത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും സോഷ്യലിസ്റ്റുകളിൽ നിന്നും നാഷണൽ കോൺഗ്രസിൽ നിന്നും ഭിന്നമായി ഇന്ത്യ എന്നാൽ മറ്റൊന്നാണ് എന്ന പ്രമിസിൽ നിന്ന് ആരംഭിച്ച് ഡെമോക്രസി എന്ന പ്രിൻസിപ്പിളിനെ വികസിപ്പിച്ച് പുതിയൊരു ജനാധിപത്യ ഇന്ത്യയുടെ ഭാവന കരുപ്പിടിപ്പിച്ച ഒരു പൊളിറ്റിക്കൽ തിങ്കർ എന്ന നിലക്ക് മനസ്സിലാക്കുന്നതിൽ കേരളം വളരെ പരിമിതമായ വൃത്തത്തിലാണ് നിൽക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇങ്ങനെ അംബേദ്കർ ഒരു പൊളിറ്റിക്കൽ തിങ്കറാണ് എന്ന നിലക്ക് അംബേദ്കറെ മനസ്സിലാക്കുന്നത് വളരെ ലേറ്റാവുകയും പിന്നെ നമ്മളുടെ ചില അന്ധവിശ്വാസങ്ങൾ, മലയാളികൾക്ക് മാത്രമുള്ള ചില അന്ധവിശ്വാസങ്ങൾ, ലോകത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമായിട്ട് മാർസിനെയാണ് നമ്മൾ കാണുന്നത്. മാർസ് നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം പിന്നെ ഒരാളെയും നമ്മൾക്ക് പരിഗണിക്കുന്ന കാര്യമില്ല. കാരണം അംബേദ്കർ ഒന്നും നമ്മളെ സംബന്ധിച്ചൊരു വിഷയമല്ല. അപ്പം എല്ലാ ഉത്തരവും ഇവിടെ ഉണ്ടല്ലോ, ഇതാണ് ഒരു സങ്കല്പം. അങ്ങനെ അടഞ്ഞ ഒരു ഇൻ്റലക്ച്വാലിറ്റിയാണ് മലയാളിക്ക് പൊതുവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റും കിടന്നിങ്ങനെ കറങ്ങുക എന്നുള്ളതല്ലാതെ പുതിയൊരു സ്ട്രീം വന്നാൽ അതിനെതിരെ ആണ് മലയാളി നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഡോക്ടർ BR അംബേദ്കർക്കെതിരെയാണ് അവർ നിന്നുകൊണ്ടിരുന്നത്. അംബേദ്കർ ഇങ്ങനെ എന്തോ ദളിതരുടെ എന്തോ കാര്യമൊക്കെ പരിഹരിച്ചു എന്നുള്ള നിലക്കൊക്കെയാണ് ഇവർ ആദ്യം സമ്മാനിച്ചത്. പിന്നീട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയും ഡോക്ടർ BR അംബേദ്കറുടെ റീഡിങ്ങുകൾ വ്യാപകമാവുകയും ലോകത്തെമ്പാടും അംബേദ്കർ ചിന്തകൾ റെലവൻ്റ് ആണെന്നൊരു തോന്നലുണ്ടാവുകയും ചെയ്ത ഘട്ടത്തിലാണ് പുതിയ ഡിസ്കോഴ്സ് കേരളത്തിൽ ആരംഭിക്കുന്നത്. ഈ പുതിയ ഡിസ്കോഴ്സിൽ അപ്രോപ്രിയേഷൻ നടക്കാൻ, അംബേദ്കറെ മനസ്സിലാക്കുന്നതിലുപരി അംബേദ്കറെ അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള നീക്കമാണ്. മാർസ്, ഗാന്ധി, അംബേദ്കർ ഈ 3 ഐക്കണാണ് ഇപ്പോൾ ചർച്ച. അപ്പം കേരളത്തിലെ ഏറ്റവും പ്രമാണിയായ ഒരു മാർക്സിസ്റ്റ് പണ്ഡിതൻ്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നത് മാർസ് ശരിയാണ്, അംബേദ്കർ ശരിയാണ്, ഗാന്ധി ശരിയാണ്. അപ്പോൾ ഇവിടെ പ്രഭാഷണം മധ്യേ ഒരു വിദ്യാർത്ഥിനി എഴുന്നേറ്റെന്ന് ചോദിച്ചു, അപ്പോൾ ഇവർ 3 പേരും ശരിയാണ്, പിന്നെ ആരാ തെറ്റ് എന്ന് ചോദിച്ചു. ഇങ്ങനെ ഒരുതരം അപ്രോപ്രിയേഷൻ നടക്കുന്നത്. അതായത് ഞാൻ പറയുന്നത് ഇവർ ഈ 3 പേരിലും സ്വീകരിക്കപ്പെടേണ്ടതായ ചില ടെനൻസുകൾ, ചില വിഷൻസ് ഒക്കെ കാണാം. അത് ചരിത്രത്തിൽ റെസിഡ്യൂ ആയിട്ടുമുണ്ട്, അത് നമ്മൾ സ്വീകരിക്കുകയും വേണം. ഇന്ത്യ ഇന്ന് നേരിടുന്ന ബേസിക്കായൊരു ക്വസ്റ്റ്യനെ രാഷ്ട്രീയമായി അഡ്രസ്സ് ചെയ്യാൻ ഏത് പൊസിഷനാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അസന്നിഗ്ധമായി പറയുന്ന ഒരു കാര്യം, അത് ഡോക്ടർ BR അംബേദ്കർ മുന്നോട്ട് വെച്ച പൊസിഷൻ തന്നെ എടുക്കേണ്ടി വരും. ഗാന്ധി ഒരുപക്ഷെ നമ്മളെ സഹായിച്ചേക്കാം, അക്കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നും. ഗാന്ധി ഉപേക്ഷിക്കണം എന്നുള്ള വാദമൊന്നും ഞാൻ പറയുന്നില്ല. റാം മനോഹർ ലോഹ്യ നമ്മളെ സഹായിച്ചേക്കാം അക്കാര്യത്തിൽ. മാർസിൻ്റെ കാര്യത്തിലും അങ്ങനെ വേണമെങ്കിൽ ഒരു ധാരണ. അതല്ലാതെ ഈ അംബേദ്കർ ഇവരെ പൂരിപ്പിക്കാനുള്ള എന്തോ ഒരു ചെറിയ പൊടിക്കൈ മരുന്നുകൾ മാത്രമാണ് അംബേദ്കർ എന്നുള്ള ഇവരുടെ ഈ രീതി. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ എന്നത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് 3 പേരുടെ ഡിക്റ്റേഷനിൽ, മാർസിൻ്റെയും ഗാന്ധിയുടെയും അംബേദ്കറിൻ്റെ ഡിക്റ്റേഷനിൽ ഇന്ന് തെളിഞ്ഞു വന്ന കാര്യം അംബേദ്കർ പറഞ്ഞതാണ് ശരിയായ ഡെഫിനിഷൻ എന്നുള്ളതാണ്. ഇന്ത്യ എന്നത് കാസ്റ്റാണ്, എന്നൊരു സംഭവമാണ്.
അപ്പോൾ സാമൂഹിക സോഷ്യൽ ഡെമോക്രസി ഇല്ലാത്ത ഒരു സമൂഹത്തിന് ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസിയെ കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു കാര്യം ഞാനിത് ഇത്ര കർശനമായിട്ട് ഇപ്പോൾ അംബേദ്കറുടെ പൊളിറ്റിക്സിൽ നമ്മൾ ഊന്നേണ്ടി വരുമെന്ന് പറയാൻ കാരണം ഒറ്റ കാര്യമുള്ളൂ. ഈ ക്യാബിനറ്റ് മിഷൻ 44 ഭരണഘടന ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ഡോക്ടർ BR അംബേദ്കർ ഒരു നിർദ്ദേശം മുന്നോട്ട് പോകുന്നു. അദ്ദേഹം പറയുന്ന നിർദ്ദേശം, ഇന്ത്യക്കകത്ത് റെപ്രസെൻറ്റേഷൻ ഷുഡ് ബി ബാലൻസ്ഡ് റെപ്രസെൻറ്റേഷൻ അനുവദിക്കണം. ഒരു കാരണവശാലും ഏതെങ്കിലും വിഭാഗത്തിന് മാത്രം ഭൂരിപക്ഷം കിട്ടുന്ന ഒരു റെപ്രസെൻറ്റേഷണൽ മോഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ആ ഭൂരിപക്ഷം ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ ഭൂരിപക്ഷമായിരിക്കില്ല, മറിച്ച് കമ്മ്യൂണൽ ഭൂരിപക്ഷമായിരിക്കും എന്ന് പറയുന്നത്. ഇതാണിപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ച കാര്യം. അന്ന് പറഞ്ഞ ആ വാക്ക് കേൾക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ ദുരന്തം ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അംബേദ്കറെ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫിലോസഫി വഴി അല്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഗാന്ധി വിമർശനം പോലും അത്തരത്തിൽ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അതെ, ഈ കേരളത്തിൽ ഈ പ്രത്യേകിച്ച് ദളിതപക്ഷത്തു നിന്നുള്ള അംബേദ്കർ റീഡിങ് ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഗാന്ധി വിമർശനത്തിലാണ്. ഗാന്ധി വിമർശനം എന്ന് പറയാൻ പറ്റില്ല. 32 പൂന പാക്റ്റുമായി ബന്ധപ്പെട്ട വട്ടമേശ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട ഗാന്ധി അംബേദ്കർ തർക്കത്തിലാണ് അത് നിൽക്കുന്നത്. ഗാന്ധിക്കെതിരെ യഥാർത്ഥത്തിൽ താത്വികമായ വിമർശനമാണ് ഡോക്ടർ BR അംബേദ്കർ ഉന്നയിച്ചത്. അതിനെ വികസിപ്പിക്കാനല്ല, അത് കഴിഞ്ഞില്ല. ഈ തർക്കത്തിൽ നിന്നതുകൊണ്ട് അംബേദ്കർ യഥാർത്ഥത്തിൽ ഗാന്ധിയെ ചില ഘട്ടങ്ങൾ സ്വീകരിക്കുകയും ചില ഘട്ടങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നത് താത്വികമായ കാരണങ്ങളല്ല, ഫിലോസഫിക്കൽ. അതായത് ഗാന്ധിയുടെ സംഭവം എന്ന് പറയുന്നത്, ഗാന്ധിയുടെ താത്വികമായൊരു നില എന്ന് പറയുന്നത് അദ്ദേഹം തുറന്ന് തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു സനാതന ഹിന്ദു എന്ന നിലക്കാണ് അദ്ദേഹം ലോകത്തെ കാണുന്നത്, മനുഷ്യനെ കാണുന്നത്. അപ്പോൾ ഈ സനാതന ഹിന്ദുത്വത്തിൻ്റെ മനുഷ്യസങ്കല്പം തന്നെ കുഴപ്പം പിടിച്ചൊരു കാര്യമാണെന്നാണ് അംബേദ്കറിൻ്റെ നിലപാട്. ഇതാണ് അവർ തമ്മിലുള്ള ബേസിക്കായ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ മനുഷ്യസങ്കല്പം തന്നെ വ്യത്യസ്തമാണ്. അപ്പോൾ ഗാന്ധി ഒരിക്കലും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സമൂഹ ഭാവനയിൽ ജീവിച്ച ആളല്ല. അദ്ദേഹം എപ്പോഴും സെൽഫ് പ്യൂരിഫിക്കേഷനെ ആണ് എപ്പോഴും മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ച ആളുമാണ്. പക്ഷേ സെൽഫ് പ്യൂരിഫിക്കേഷൻ അല്ല പൊളിറ്റിക്കൽ ഫിലോസഫി. പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുന്നത് സെൽഫ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറൻ്റ് ആയൊരു തിങ്ങാണ്. അതായത് ഞാനും ശ്രീജിത്തും തമ്മിലുള്ള ബന്ധം നമ്മുടെ സെൽഫ് പ്യൂരിഫിക്കേഷനിൽ നിന്ന് വരേണ്ടതാണെന്നുള്ളത് പൊളിറ്റിക്കൽ ഫിലോസഫിയല്ല. പൊളിറ്റിക്കൽ ഫിലോസഫിക്കകത്ത് നമ്മൾ തമ്മിലുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെടുകയാണ്. നിങ്ങൾക്ക് ആ ഡിക്റ്റേഷൻ എനിക്കോ നിങ്ങൾക്കോ ലംഘിക്കാൻ പറ്റത്തില്ല. ആ ലംഘിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ സമാധാനപൂർവമായ ഒരു ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സെൽഫ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതൊരു എത്തിക്കൽ തിങ്ങാണ്. മനുഷ്യനെ ഒരു എത്തിക്കൽ ബീയിങ് ആക്കി മാറ്റുന്ന തിങ്ങാണ്. ഇറ്റ് ഈസ് നോട്ട് പൊളിറ്റിക്കൽ ഫിലോസഫി. പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ ബേസ് അതാണെന്നൊക്കെ നമുക്ക് പറയാം. ഈ ഇന്ത്യയിലെ 150 കോടി ജനങ്ങൾ സെൽഫ് പ്യൂരിഫിക്കേഷൻ വിധേയമായി കഴിഞ്ഞ് ഇന്ത്യ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നിടത്തോളം അത് പൊളിറ്റിക്കൽ ഫിലോസഫിയല്ല, അത് ഞാൻ പറയുന്നതാണ്. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് എത്തിക്സ്. നമ്മുടെ ധാർമ്മികതയുടെ നൈതികതയുടെ ഒരു പ്രശ്നമാണ്. പക്ഷേ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം പൊളിറ്റിക്കൽ ഫിലോസഫിയാണ്. എൻ്റെ റെസ്പെക്റ്റിനെ, എൻ്റെ സെൽഫിനെ നിങ്ങൾ ഹർട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഹർട്ട് ചെയ്യാൻ നിങ്ങൾ കുറ്റവാളിയായിരിക്കുന്ന രാഷ്ട്രത്തിന് അത്രേ പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ശ്രീജിത്ത് പോയി സെൽഫ് പ്യൂരിഫിക്കേഷൻ നടത്തിയിട്ട് വാ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളൂ. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം പലപ്പോഴും ഈ ആർട്ടിക്കുലേറ്റേഴ്സ് കാണാറുണ്ട്. ഗാന്ധി പല കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള പൊസിഷൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിയുടെ പരിവർത്തന ശേഷിയെ സംബന്ധിച്ചുള്ള ഒരു തിയറി നമ്മൾ രൂപീകരിക്കുക. ഓക്കെ, ഗാന്ധി ആസ് എ ഹ്യൂമൻ ബീയിങ് എന്ന നിലക്ക് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പരിവർത്തന തിയറിയെക്കുറിച്ചൊക്കെ നമുക്കൊരു സിദ്ധാന്തം ഉണ്ടാക്കാം, നമുക്കത് ഫോളോ ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. ഒരു സമൂഹത്തിന്, ഒരു രാഷ്ട്രത്തിന് അത് കഴിയുമോ എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. അതാണ്.
അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ഇപ്പോൾ ഇവർ ഗാന്ധിയന്മാർ പറയുന്ന വലിയ അംബേദ്കർ അല്ല ഗാന്ധിയാണെന്നൊക്കെ പറയുമ്പോൾ അത് എൻ്റെ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ലോകത്തിലെ ജനവിഭാഗങ്ങൾ ഗാന്ധിയെ ഒരു മാതൃകയായി എടുത്ത് ഫോളോവേഴ്സ് ആവാത്തത്? ഗാന്ധിക്ക് വ്യക്തികളെ ഫോളോവേഴ്സുള്ളൂ. ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് അങ്ങനല്ല, സമൂഹങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ്, വ്യക്തികളല്ല. ഇന്ത്യയിലെ ദളിതർ, ന്യൂനപക്ഷങ്ങൾ, ഭാഷാ വിഭാഗങ്ങൾ, യൂറോപ്പിലെ ജിപ്സികൾ, ആഫ്രിക്കയിലെ ബ്ലാക്ക് ട്രൈബ്സ്, ഇവരൊക്കെ കൂട്ടത്തോടെ അംബേദ്കറൈറ്റുകളായി മാറുകയും ചെയ്തു. ഗാന്ധിക്ക് അങ്ങനെയല്ല, ഗാന്ധിക്ക് വ്യക്തികളാണ്. കാരണം വ്യക്തിക്ക് മാത്രം ഫോളോ ചെയ്യാവുന്ന ഒരു ലോകമാണ് അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്, ഒരു രാഷ്ട്രത്തിന് ഫോളോ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അംബേദ്കറിൻ്റെ അത് പൊളിറ്റിക്കൽ ഫിലോസഫി ആയതുകൊണ്ട് അത് രാഷ്ട്രത്തെയും വലിയൊരു ജനസഞ്ചയത്തെയും അതിൻ്റെ എല്ലാ ഡൈവേഴ്സിറ്റിയോടും കൂടിയാണ് അത് അപ്രോച്ച് ചെയ്യുന്നത്. എല്ലാ ഡൈവേഴ്സിറ്റിയിൽ നിൽക്കുന്നവർക്കെല്ലാം ആ പാത പിന്തുടരാൻ പറ്റും. ഗാന്ധി അപ്രസക്തനാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. ബട്ട് ഇറ്റ് ഈസ് നോട്ട് പൊളിറ്റിക്കൽ ഫിലോസഫി. അതൊന്നും മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അത്തരത്തിൽ തന്നെ ഇപ്പോൾ അംബേദ്കറെ മനസ്സിലാക്കാതിരിക്കുന്നത് അത്രയും ആഴത്തിൽ തന്നെ അയ്യൻകാളിയെയും പൊയ്കയിൽ കുമാരകുരുദേവൻ അപ്പച്ചനെയും മനസ്സിലാക്കുന്നതിൽ മലയാളി ബുദ്ധിമുട്ടുന്നുണ്ട്. അത് കാസ്റ്റ് തന്നെയാണ്. അതിനകത്ത് വേറെ ഒരു കാര്യവും നമ്മൾ ആരോപിക്കേണ്ടതില്ല. മഹാത്മാ അയ്യൻകാളി അല്ലെങ്കിൽ പൊയ്കയിലപ്പച്ചൻ അങ്ങനെയുള്ള ഒരു നിര കേരളീയ സമൂഹത്തിൽ കൊടുത്തിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ, മലയാളിയെ മനുഷ്യനായി നിർമ്മിക്കുന്നതിൽ അവർ നടത്തിയ മഹത്തായ സംഭാവനകൾ അംഗീകരിക്കാതിരിക്കുക എന്നത് ഒരു കാസ്റ്റീസ്റ്റായ മനോഭാവമാണ്. കാരണം അത് അംഗീകരിക്കാൻ പറ്റില്ല. അതവർ നേരിടുന്നൊരു വലിയ പ്രശ്നമാണ്. ഈ സവർണ ഒളിഗാർക്കി നേരിടുന്ന വലിയൊരു പ്രോബ്ലമാണത്. ഈ അടുത്ത കാലത്തുണ്ടായൊരു സംഭവം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു മീറ്റിങ്ങിന് ഒരു വിഷയം എന്നോട് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ വിഷയം സംസാരിക്കാം. ഓക്കെ എന്ന് അദ്ദേഹം പറയും. 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ടുള്ളൊരു ഇത് വേണമല്ലോ എന്ന് പറയുന്നു. ഞാൻ എന്ത് അട്രാക്റ്റീവ്? അല്ലത് ഇപ്പോൾ ആൾക്കാരൊക്കെ വരണ്ടേ കേൾക്കാൻ. അപ്പം ഞാൻ പറയും ഇത് കൊണ്ടല്ലേ ഞാൻ വരത്തുള്ളൂ, എനിക്കത് സംസാരിക്കാൻ താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞപ്പം അവിടെ ബാക്കി നടന്ന പ്രോഗ്രാമിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ ജനസഞ്ചയം അത് കേൾക്കാൻ വന്നിരുന്നു. അപ്പോൾ ഈ സംഘാടകരുടെ പ്രശ്നം എന്താ? സംഘാടകരുടെ പ്രശ്നം ദളിതരായ സ്പീക്കേഴ്സ് അണിനിരന്നാൽ ആൾക്കാർ കേൾക്കാൻ വരില്ല എന്നുള്ളത് അവൻ്റെ ഒരു മൂഢസങ്കല്പം മാത്രമാണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. കാര്യം പറയുന്നവരാണോ നോക്കിയിട്ടൊക്കെ വരുന്നൊരു ഓഡിയൻസൊക്കെ കേരളത്തിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആ സെഷനിൽ ദളിതരായിരുന്നു ഭൂരിപക്ഷവും. പക്ഷേ ആ സെഷനിൽ കേൾക്കാൻ നിരവധി ആൾക്കാരുണ്ടായിരുന്നു, ഒരു പ്രശ്നമില്ല. പക്ഷെ അതൊരു സങ്കല്പമാണത്. ഞാൻ പറയുന്നത് ഒരു മുൻവിധിയാണ് ആ സംഭവം. അപ്പോൾ അയ്യൻകാളിയാണ് കേരളത്തെ നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ അതുണ്ടാക്കാവുന്ന ഇവൻ്റെ കാസ്റ്റ് പ്രൈഡിനുണ്ടാക്കാവുന്ന ഒരു വിള്ളലുണ്ട്. ഇതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യും? അയ്യങ്കാളി ചെയ്തില്ല എന്ന് പറയില്ല, വേറൊരു തിയറിയാണ് പറയുക. അപ്പോൾ ഈ വേറൊരു തിയറിക്കകത്ത് ഈ പറഞ്ഞ അയ്യങ്കാളി ചെയ്ത കാര്യങ്ങൾ വളരെ നോമിനലായ കാര്യമായി മാറുകയും മറ്റാരൊക്കെയോ ചെയ്ത കാര്യങ്ങൾ അങ്ങനെ ബൃഹത്തായ കാര്യങ്ങളായി വരികയും ചെയ്യുന്നൊരു തിയറി അങ്ങ് നിർമ്മിച്ച് അയ്യങ്കാളിയെ ചെറുതാക്കി ചരിത്രത്തിൽ അങ്ങ് സ്ഥാപിച്ചിട്ടു. അയ്യങ്കാളിയെ അവഗണിച്ചുമില്ല, എന്നാൽ അയ്യങ്കാളി ചെയ്ത കാര്യങ്ങൾ പുറത്തു വരികയില്ല. പൊയ്കയിലപ്പച്ചനോട് ഇതേ സമീപനം. അതായത് ഹിന്ദു മതത്തിലും ക്രിസ്തു മതത്തിലും ഉള്ള വിവേചനങ്ങളെ മനസ്സിലാക്കുകയും അതിന് തിയോളജിക്കലി തന്നെ വെല്ലുവിളിക്കുകയും അതിനെ മറികടന്ന് പോകാൻ മറ്റൊരു ദൈവഭാവനയെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്ത ആളാണ് പൊയ്കയിലപ്പച്ചൻ. എല്ലാ ദൈവങ്ങളും പോലെ തന്നെ പൊയ്കയിലപ്പച്ചനൊരു ദൈവമാണ്. എല്ലാ ദൈവങ്ങളും ജീവിക്കുന്നത് അനുയായികളിലാണ്, പുറത്തുള്ളവരല്ല. ക്രിസ്തു ദൈവമായി ജീവിക്കുന്നത് ലോകത്തെ മുഴുവൻ ആൾക്കാർ അംഗീകരിച്ചിട്ടൊന്നുമല്ല, ക്രിസ്ത്യാനികൾ അംഗീകരിച്ചിട്ട് ജീവിക്കുന്നു. എന്ന് പറഞ്ഞാൽ പൊയ്കയിലപ്പച്ചനും ദൈവമായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുയായികളിലൂടെയാണ്. പക്ഷേ അത് സമ്മതിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ക്രിസ്തുവിന് കുഴപ്പമൊന്നുമില്ല.
ക്രിസ്തു കാണിച്ച അതേ അത്ഭുത പ്രവൃത്തിയൊക്കെ തന്നെ അദ്ദേഹവും കാണിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും അധികം അദ്ദേഹം കാണിച്ചിട്ടില്ല. പൊയ്കയിലപ്പച്ചനും ഈ അത്ഭുത പ്രവൃത്തി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്നേ. എന്നോട് അങ്ങനെ വിശ്വസിക്കരുതെന്ന് പറയാൻ ഒരു ക്രിസ്ത്യാനിക്ക് എന്താ കാര്യമുള്ളത്? അല്ലെങ്കിൽ ഒരു ഹിന്ദുവിന് എന്താ കാര്യമുള്ളത്? ഒരു മുസ്ലിമിന് എന്താ കാര്യമുള്ളത്? അവർ ഈ അത്ഭുത പ്രവർത്തികളൊക്കെ വിശ്വസിക്കുന്നവരല്ലേ. ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പച്ചനത് ചെയ്തോന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് കുഴപ്പം? അപ്പം ഇത് പറ്റില്ല എന്ന് പറയാൻ നമ്മുടെ ദൈവങ്ങളെപ്പോലും, കീഴ്ത്തട്ടിലെ ദൈവങ്ങളെപ്പോലും സ്വീകരിക്കാൻ പറ്റില്ല. കാസ്റ്റ് അത്രമേൽ റിജിഡാണ്. നമ്മൾ കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഈ പെരുമാറ്റ ദൂഷ്യമായിട്ടാണ്. ഇത് നമ്മുടെ സെൽഫാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സെൽഫിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അതൊരു സോഷ്യൽ എന്താ പറയുക, സാമൂഹികമായ ഒരു രൂപീകരണം, വ്യക്തിത്വ രൂപീകരണമാണത്. ചെറുപ്പം മുതലേ പറഞ്ഞും പറയാതെയും പെരുമാറിയും പെരുമാറാതെയും നമ്മളിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സെൽഫാണ് നമ്മുടെ കാസ്റ്റ് എന്ന് പറയുന്ന സാധനം. വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ആദിവാസി ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാമിന് പോയി, ഈ വയനാട് ഫെസ്റ്റിവലിൽ പോയി. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് ഈ പറയുന്ന സാമൂഹിക രൂപീകരണത്തിൻ്റെ ശക്തിയെക്കുറിച്ചിട്ടാണ്, വ്യക്തിത്വ രൂപീകരണത്തിൽ സമൂഹത്തിൻ്റെ ഇടപാടുകളെക്കുറിച്ച്. അപ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ വീടുകൾ, വയനാട്ടിലെ കുടിയേറ്റക്കാരുടെ വീടുകൾ, ജനിച്ചു വളർന്നൊരു കുട്ടിക്ക് എങ്ങനെ ആദിവാസി മനുഷ്യനാണെന്ന് തോന്നും? തോന്നില്ല. ഒരിക്കൽ പോലും വീടിനകത്ത് അവനും ആദിവാസിയെ കണ്ടിട്ടില്ല, വീടിൻ്റെ പരിസരത്ത് കണ്ടിട്ടില്ല. പിന്നെ വീട്ടിൽ പറയുന്ന മുഴുവൻ വാക്കുകൾ ആദിവാസി കള്ളന്മാരും കൊള്ളക്കാരും കുടിയന്മാരും നശിപ്പിക്കുന്നവരും കുഴപ്പക്കാരും. ഇവനങ്ങനെ ആദിവാസി സ്നേഹിക്കും. ഈ കുട്ടി 10 വയസ്സാകുമ്പോൾ തന്നെ അവൻ്റെ ആത്മാവിൽ നിന്ന് ആദിവാസി അവൻ പുറത്ത് തള്ളിയിരിക്കും. പിന്നെ അവനൊരിക്കലും അവനെ മനുഷ്യനായിട്ടും ഈക്വലായിട്ടും പരിഗണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. കാസ്റ്റിൻ്റെ മെക്കാനിസം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ എന്തോ ഭയങ്കര ജാതിവാദിയാണ്, ആൾക്കാരുടെ മനസ്സിൽ ഡീപ്പായിട്ട് ജാതി ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചെന്നൊക്കെ. ഞാൻ കണ്ടുപിടിച്ച കാര്യമല്ല, എനിക്കുള്ളൊരു വ്യക്തിപരമായൊരു അനുഭവം പറയാം. വിദേശത്ത് ബെഹറിൽ ഒരിക്കൽ ഒരു പ്രഭാഷണത്തിന് പോയി. മലയാളികൾ വലിയൊരു സദസ്സായി. അപ്പോൾ ഞങ്ങളുടെ നാട്ടുകാർ, കടുത്തുരുത്തിക്കാരി, ഒരു സുറിയാനി ക്രിസ്ത്യാനി പെൺകുട്ടി, അവളുടെ ഭർത്താവ്, അവളുടെ ഒരു കൊച്ചുകുട്ടിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രഭാഷണത്തിന് ശേഷം ഞങ്ങളിങ്ങനെ ചെറിയൊരു പാർട്ടി പോലെ ഉണ്ടായിരുന്നു. ഇരുന്നപ്പോൾ ഈ കുട്ടി വന്ന് എന്നെ പരിചയപ്പെട്ട് പറഞ്ഞു, ഞാൻ കടുത്തുരുത്തിക്കാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആ കുട്ടി വളരെ ആത്മാർത്ഥമായിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, സണ്ണിച്ചേട്ടൻ ഇവിടെ വന്നതുകൊണ്ട് എനിക്കിവിടെ വരാനും സണ്ണിച്ചേട്ടനെ കേൾക്കാനും പറ്റി. സണ്ണിച്ചേട്ടൻ പറയുന്നതൊക്കെ വളരെ കൃത്യമായ കാര്യം, ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. കറുത്ത കുട്ടികളുമായിട്ട്, കോളനിയിൽ നിന്ന് വരുന്ന കുട്ടികളുമായിട്ട് കൂട്ടുകൂടി എന്ന് പറഞ്ഞ് വീട്ടിൽ തല്ലു മേടിച്ച ഒരാളാണ് ഞാൻ. എന്നിട്ട് ആ കുട്ടി പറഞ്ഞൊരു കാര്യമാണ്, കടുത്തുരുത്തിയിൽ സണ്ണിച്ചേട്ടനൊരു പ്രസംഗമുണ്ട്, ഞാൻ അവിടെ വന്നിരുന്ന് കേട്ടാൽ കടുത്തുരുത്തിക്കാർ എനിക്ക് ഭ്രാന്താന്ന് പറയുന്നു. മനസ്സിലായി? ഇത് അത്രമേൽ ശക്തമാണ് ഈ സൊസൈറ്റിയുടെ നിയന്ത്രണം എന്ന് പറയുന്നൊരു കാര്യം. നമ്മൾ പറയുന്നത് ശരിയാണെന്ന് അവർക്കറിയാം, ഇതെല്ലാം ശരിയാണെങ്കിൽ അത് സമ്മതിച്ചു തരത്തില്ല. ഈ സോഷ്യലി സാങ്ഷൻ ചെയ്തെടുത്താലേ അത് സൊസൈറ്റിയുടേതാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ദളിതരൊക്കെ നേരിടുന്നൊരു പ്രശ്നം, ഇവർ കലാകാരന്മാരാവട്ടെ സാമൂഹ്യ പ്രവർത്തകരാവട്ടെ ആരും ആവട്ടെ, സോഷ്യലി സാങ്ഷൻഡ് ആക്കിയെടുക്കില്ല. അതുകൊണ്ട് നമ്മളതെപ്പോഴും ഒരു പ്രത്യേക മേഖലയെ മാത്രം ഇങ്ങനെ ചുരുങ്ങി നിൽക്കും. മറ്റുള്ളവർ എന്ത് ചെയ്താലും പെട്ടെന്ന് സോഷ്യലി സാങ്ഷൻഡ് ആകുന്നുള്ളൊരു പൊതുവാണെന്നൊരു തോന്നൽ നമുക്കാണ്. അപ്പം നമ്മളൊരിക്കലും പൊതുവാകത്തുമില്ല, അവരെപ്പോഴും പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. അപ്പം നമ്മളെന്തോ ഏകപക്ഷീയവാദികളും സമൂഹത്തിന് പൊതു താല്പര്യത്തെ ഹരിക്കുന്നവരുമാണെന്നുള്ളൊരു ഇമേജിലാണ് നമ്മളിങ്ങനെ എപ്പോഴും നിലനിർത്തുന്നത്. ഇതാണ് അതിൻ്റെ ഒരു. അതുകൊണ്ട് അയ്യങ്കാളി ആയാലും അപ്പച്ചനായാലും അത് പുലേൻ്റെയും പറയേൻ്റെയും ആൾക്കാരാണ്. ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾക്ക് കൃഷ്ണനും ഒക്കെയാണ് ഞങ്ങൾക്ക് ബാധകമായിട്ടുള്ള ആൾക്കാരെന്നൊക്കെ പറയുന്നത്. ഈ ക്രിസ്തുവും കൃഷ്ണനൊക്കെ ചെയ്ത കാര്യം തന്നെയാണെന്നേ അപ്പച്ചനും ചെയ്യുന്നത്. ഇതെന്താ മനസ്സിലാവാത്തത്? 11,000 മനുഷ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇരുവരും എത്തിച്ചേരുന്നത് ആ ഘോഷയാത്രയിൽ പങ്കെടുക്കാനായിട്ട്. ആ സമ്മേളനത്തൊക്കെ ഞാൻ പോകുന്ന ആളാണ്. സമ്മേളനത്തിൽ പറയുന്നൊന്നും ആരും ശ്രദ്ധിക്കാറൊന്നുമില്ല. അവരവിടെ വരുന്നത് സമ്മേളനത്തിൽ പറഞ്ഞ് കേൾക്കാനല്ല വരുന്നത്. കേന്ദ്രമന്ത്രിമാരൊക്കെയാണ് സമ്മേളനത്തിൽ വരുന്നത്. ഇവരൊന്നും പറയുന്ന ആ ജനം ശ്രദ്ധിക്കാറില്ല. അവരെല്ലാം ഒന്ന് അപ്പച്ചൻ 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 എന്ന ഒരു വലിയൊരു അനുഭൂതിക്കകത്ത് ഇങ്ങനെ അതിനകം വഴിയെല്ലാം ഇറങ്ങി നടന്ന് വഴി കൂടി കുറേയേറെ വെളുക്കുന്നവരെ എന്നാണ് അവർ പിറ്റേ വർഷം അവരങ്ങോട്ട് പറഞ്ഞു. മനസ്സിലായില്ലേ?
ഇതൊരു വലിയൊരു ആത്മീയ അനുഭവമാണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? കാസ്റ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. അയ്യങ്കാളി ഈ പറഞ്ഞ അയ്യങ്കാളി കോൺട്രിബ്യൂഷൻ അംഗീകരിക്കാത്ത എന്താ? അയ്യങ്കാളി കേരളത്തെ നവീകരിക്കാൻ വലിയ സംഭാവന ചെയ്ത ആളാണ്. അംഗീകരിക്കത്തില്ല. അവിടെ പുലയരുടെയോ പറയേണ്ട എന്തോ കാര്യത്തിന് വേണ്ടി ഇടപെട്ടു എന്നുള്ള ലൈനാണ് നമ്മൾ ഇറക്കുന്നത്. അതെ, ഈ സമൂഹത്തിൽ ഇത്ര ശക്തമായി ജാതി പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ അതിനെ അഡ്രസ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ ദളിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനകൾ പോലും ദളിത് രാഷ്ട്രീയത്തിൻ്റെ കാര്യം വരുമ്പോൾ അതിനെ സ്വത്ത് രാഷ്ട്രീയമായി കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതിനെ ഏത് തരത്തിലാണ്? രണ്ട് വശങ്ങളുണ്ട് നമ്മൾ കാണണം. ദളിത് രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതിയെ നമ്മൾ പ്രോബ്ലമാറ്റിക്കായിട്ട് തന്നെയാണ് സമീപിക്കേണ്ടത്. ഒരു ജനത സ്വന്തം നിലക്ക് സംസാരിക്കുന്നത് അപകടമാണെന്ന് പറയുന്നിടത്താണ് ഈ സ്വത്ത് രാഷ്ട്രീയം എന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണെന്നുള്ള വാദം വരുന്നത്. സ്വത്ത് രാഷ്ട്രീയം ഒഴിവാക്കപ്പെടുക അതെന്തോ അപകടം പിടിച്ച പണിയാണ്. സ്വത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ആരെങ്കിലും പ്രത്യേകമായി കണ്ടെടുത്തൊരു കാര്യമല്ല. അതൊരു ഹിസ്റ്റോറിക്കൽ ആയ ഒരു എമർജൻസാണ്. ചരിത്രപരമായി രൂപപ്പെട്ടു വന്ന ഒരു കോൺഷ്യസ്നസ്സാണ്. അതായത് ആധുനിക ദേശരാഷ്ട്രം രൂപം കൊള്ളുമ്പോൾ അത് ജനതയ്ക്ക്, സ്വന്തം ജനതയ്ക്ക് കൊടുക്കുന്ന ചില വാഗ്ദാനങ്ങളുണ്ട്. നമ്മളെല്ലാവരും ഈ രാഷ്ട്രത്തിലെ പൗരന്മാരാണ്, നമ്മളെല്ലാവരും തുല്യരാണ്, നിയമത്തിന് മുന്നിൽ തുല്യരാണ്, എല്ലാവർക്കും ഇവിടെ അന്തസ്സായി ജീവിക്കാൻ അവകാശമുണ്ട്, ഇവിടുത്തെ നിയമങ്ങളെല്ലാവരും പാലിച്ചേ പറ്റൂ, ആ നിയമത്തിൽ നിൻ്റെ ജീവിതം സുരക്ഷിതമായിരിക്കും. ഇങ്ങനെ പല വാഗ്ദാനങ്ങളാണ്, കോൺക്രീറ്റായ വാഗ്ദാനങ്ങളാണ്. മഹാരാജാവ് നാട് ഭരിച്ചോളൂ എന്ന് പറയുന്ന അവ്യക്തതകളൊന്നുമല്ല, കോൺക്രീറ്റ് ഡോക്യുമെൻ്റ് വെച്ചിട്ടുള്ള. പക്ഷെ 10, 30 വർഷം, 40 വർഷം, 50 വർഷമൊക്കെ കഴിഞ്ഞപ്പം ഈ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ ജനാധിപത്യ സ്റ്റേറ്റുകൾ, ഡെമോക്രാറ്റിക് നേഷൻ സ്റ്റേറ്റുകൾ വലിയ പരാജയം നേരിടുന്നുണ്ട്. അതെല്ലാവരുടെയും മുന്നിലല്ല, പ്രത്യേക സ്ത്രീകളുടെ കാര്യത്തിൽ, ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ, അതിർത്തി പ്രദേശത്ത് താമസിക്കുന്ന കാര്യത്തിൽ, റേഷ്യൽ ഗ്രൂപ്പുകളുടെ കാര്യത്തിൽ, കാസ്റ്റ് ഗ്രൂപ്പുകളുടെ കാര്യത്തിൽ ഈ വാഗ്ദാനങ്ങൾ അവർക്ക് പാലിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സ്റ്റേറ്റുമായിട്ടൊരു കൺഫ്രണ്ടേഷനൊക്കെ സ്വാഭാവികമായിട്ട് ഈ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട വിഭാഗങ്ങൾ വരിക, സ്റ്റേറ്റിനോട് സംസാരിക്കുക എന്നുള്ളൊരു സംഭവത്തിലേക്ക്. ഈ സ്റ്റേറ്റിനോട് സംസാരിക്കുന്ന സമയത്ത് ഹു ആർ യു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഐ എം എ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നതിന് ഉത്തരമല്ല, ബട്ട് ഐ ആം എ ദളിത് ഓർ ഐ ആം എ മൈനോറിറ്റി, ഐ ആം എ ട്രൈബ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ അങ്ങനെയാണ് ഈ ദളിത് എന്നത് ഒരു ആർട്ടിക്കുലേറ്റീവ് പൊസിഷനായി മാറുന്നത്. അങ്ങനെ ദളിതർ ഉണ്ടാക്കിയെടുക്കുന്നതല്ലത്, അത് മൊത്തം സാഹചര്യങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒരു സോഷ്യൽ സ്പേസാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ പറ്റും, അല്ലാതെ ഒരു സ്പേസ് അവരുടെ മുന്നിൽ ഇല്ല. അങ്ങനെ അവർ സ്റ്റേറ്റുമായി പുതിയൊരു എഗ്രിമെൻറ്റിലേക്കാണ് പോകുന്നത്, പുതിയൊരു എഗ്രിമെൻറ്റിലേക്ക് പോകണം, അതിനുവേണ്ടി അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഈ സമയത്താണ് സോക്കോൾഡ് ഡെമോക്രാറ്റുകൾ, ലിബറലുകൾ, വിപ്ലവകാരികൾ ഇവരൊക്കെ രംഗപ്രവേശം ചെയ്തിട്ട് നിങ്ങളങ്ങനെ പറയാൻ പാടില്ല, ഇത് നിങ്ങളങ്ങനെ പറയുന്നത് സമൂഹത്തെ ശിഥിലീകരിക്കുമെന്നാണ് പറയുന്നത്. യെസ്. അപ്പോൾ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു വിഭാഗം സംസാരിക്കുന്നത് അപകടമാണെന്നുള്ള ഒരു തെറ്റായ ഒരു പ്രമിസിലാണ് ഈ സ്വത്വവാദം എന്തോ കുഴപ്പം പിടിച്ചൊരു കാര്യമാണെന്ന് ഇവർ പറഞ്ഞു നടത്തുന്നത്. സ്വത്വവാദം കുഴപ്പം പിടിച്ചൊരു കാര്യമില്ല. ഇപ്പോൾ അട്ടപ്പാടിയിൽ നിന്നൊരു വ്യക്തിക്ക് കേരളത്തിലെ സ്റ്റേറ്റുമായിട്ടൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ പറ്റുമോ? ഒരു വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കാൻ പറ്റില്ല ഒരു ആദിവാസിക്ക്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന നിലയ്ക്ക് അവർക്ക് സ്റ്റേറ്റുമായിട്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഗ്രൂപ്പായിട്ട് സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ നടത്തണം. ഈ സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ നടത്തുമ്പോഴുള്ള പ്രശ്നം അതറിനെയും കൂടെ അത് ഡിഫൈൻ ചെയ്യും. യെസ്, ഞാൻ ഐ എം എ ദളിത് എന്ന് പറയും, യു ആർ നോട്ട് എ ദളിത് എന്നുകൂടി അർത്ഥമുണ്ട്, യു ആർ എ നോൺ ദളിത് എന്നുകൂടി അർത്ഥമുണ്ട്. ഇങ്ങനെ ആണ് അത് സമൂഹത്തിൻ്റെ ബന്ധങ്ങളെ പുതിയ രീതിയിൽ അത് ഭാവന ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വത്ത് രാഷ്ട്രീയം അങ്ങനെ അപകടമായൊരു കാര്യമല്ല. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. സ്വത്വവാദം, സ്വത്വത്തിൽ നിന്നുകൊണ്ടുള്ള ആർട്ടിക്കുലേഷൻസൊക്കെ ഹിസ്റ്റോറിക്കലി രൂപമുണ്ട്. സ്വത്ത് രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം രാഷ്ട്രീയമെന്ന് നമ്മൾ കാണുന്നതിലൊരു അപകടമുണ്ട്. രാഷ്ട്രീയമെന്ന് പറയുന്നൊരു സംഗതി ഈ രാഷ്ട്രത്തെ സംബന്ധിച്ചൊരു കാര്യമെന്ന നിലക്ക് ഈ രാഷ്ട്രം ഭാവിയിൽ എങ്ങനെ ആയിരിക്കണമെന്ന അഭിപ്രായമാണ് നമ്മൾ പറയേണ്ടത്.
അത് ദളിതർക്ക് പറയാം, സ്ത്രീകൾക്ക് പറയാം, ന്യൂനപക്ഷങ്ങൾക്ക് പറയാം, എല്ലാവർക്കും പറയാം. നമ്മൾ ആ സ്പേസിൽ തന്നെ ഇടപെടുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നൊരു കാര്യമുണ്ട്, ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആർട്ട് ഓഫ് പോസിബിലിറ്റിയാണ്, സാധ്യതകളുടെ കലയാണെന്ന് പറയുന്നത്. ഇപ്പോൾ സാധ്യമായ മോസ്റ്റ് ഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു സമൂഹമായി നമ്മൾ മാറുക, ഇപ്പോൾ സാധ്യമായത്. അതായത് നമ്മുടെ ഉള്ളിൽ ഒത്തിരി സങ്കല്പം കാണും, എല്ലാവരും തുല്യരായിട്ട് ജീവിക്കുന്ന, അതല്ല. ഇപ്പോൾ സാധ്യമായത് ഏറ്റവും മോസ്റ്റ് പോസിബിളായിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള സൊസൈറ്റിയൽ രൂപമെന്ത്, അതിനുവേണ്ടി നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ദളിതർ മാത്രം ദളിതരുടെ രാഷ്ട്രീയം പറയാം, അങ്ങനെ ഒരു രാഷ്ട്രീയമില്ല, അത് അവരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. കേരളം എങ്ങനെയാണ് ഭരിക്കപ്പെടേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ദളിതർക്കും ഒരു ഉത്തരമുണ്ടെന്നുള്ളതാണ് ഞാൻ ദളിത് രാഷ്ട്രീയമായിട്ട് കാണുന്നത്. ജനാധിപത്യപരമായിട്ടുള്ള ആർട്ടിക്കുലേഷൻ. അതെ അതിനെ സാധ്യം. മറ്റേതെന്ന് പറയുന്നത് അത് രാഷ്ട്രീയമല്ല, അതെപ്പോഴും ഈ ഒരു തരം ഈ വഴക്കുണ്ടാക്കുന്നതിൻ്റെ ഒരു ടർബുലൻസിൻ്റെ ഒരു അന്തരീക്ഷം നിലനിർത്തും എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് അവകാശം കിട്ടിയില്ല എന്നുള്ളൊരു ടർബുലൻസ് ആയിട്ടുള്ളൊരു സ്ഥിതി വിശേഷം ഉണ്ടാക്കും എന്നുള്ളതല്ലാതെ അത് ഒരിക്കലും അധികാരത്തിലേക്കും ആരെയും എത്തിക്കാൻ പോകുന്നില്ല. നമ്മുടെ ഭരണ മാതൃകകൾ മാറാനും കാരണമാവുന്നത്. നമ്മൾ ചെയ്യേണ്ടത്, ഈ കേരളത്തിലെ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾ ചെയ്യേണ്ടത് കേരളം എങ്ങനെ ഭരിക്കണമെന്ന ചോദ്യത്തിന് പൊളിറ്റിക്കലായ ഉത്തരം പറയുക എന്നുള്ളത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ന്യൂ പൊളിറ്റിക്സ്, ന്യൂ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്. ആ ഒരു രാഷ്ട്രീയത്തിലൂന്നിയാണോ ദളിത് സമുദായ മുന്നണി രൂപീകരിക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളത് ഉണ്ടാക്കുന്ന ദളിത് സമുദായ മുന്നണി രൂപീകരിക്കുമ്പോൾ വളരെ വ്യക്തമായ ഒരു 130 വർഷത്തെ സമുദായ പ്രവർത്തനത്തിന് പാരമ്പര്യമുള്ളൊരു വിഭാഗമാണ് ദളിതർ. ഈ 130 വർഷം എന്ന് പറയുന്നത് അയ്യങ്കാളി വില്ലുവണ്ടി ഓടിച്ചത് 1893 മുതൽ 100 വർഷം കഴിയും, 102 വർഷമാകുക. അപ്പോൾ ഈ 132 വർഷത്തിനടക്കും നിരവധി സംഘടനകൾ, ആയിരക്കണക്കിന് സമ്മേളനങ്ങൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജനതയുടെ ഒരു സുഘടിതമായൊരു മുന്നോട്ട് പോക്കിനെ സാധ്യമാക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ അനുഭവങ്ങളിൽ നിന്നെടുത്ത് പുതിയ കാലത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. പുതിയ കാലത്തെ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞാൽ പുതിയ കാലത്ത് എന്താണ്? ഞങ്ങൾ വളരെ പ്രധാനമായിട്ട് കാണുന്നത് വിദ്യാഭ്യാസം, ഈ പറയുന്ന സംരംഭകത്വം, ഗ്ലോബൽ മൊബിലിറ്റി, ഈ മൂന്നെണ്ണമാണ് പ്രധാനമായി കാണുന്നത്. തോട്ടിപ്പണി ചെയ്യുന്നവർക്ക് കൂടുതൽ ഉപകരണങ്ങൾ മേടിച്ചു കൊടുത്ത് തോട്ടിപ്പണി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്ന് തന്നെ തീരുമാനിച്ചാണ്. തോട്ടിപ്പണി എടുത്ത് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പട്ടിണി കിടന്ന് മരിക്കുന്നതാണെന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മൾ പുതിയ മനുഷ്യനായി പിറക്കുന്നതെന്നുള്ളത് തന്നെയാണ് സങ്കല്പം. അപ്പോൾ അതുകൊണ്ട് അത്തരം ഹീനമായ മേഖലകളിൽ നിന്നും ഇവർക്ക് ഉയർന്നു വരാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കുക. കമ്മ്യൂണിറ്റിക്കകത്തൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം, വിദ്യാഭ്യാസത്തിനോ വ്യവസായ മേഖലയിൽ കടക്കുന്നതിനോ ഒക്കെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. പുതിയ പ്രതിഭാധനരായ മനുഷ്യ ഇടപാടുകൾക്ക് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ കഴിയണമെങ്കിൽ രാഷ്ട്രീയ അധികാരവുമായി ബന്ധം വേണം, രാഷ്ട്രീയ അധികാരം തന്നെ ഉണ്ടാവും. അത് ദളിതർ മാത്രം വിചാരിച്ചാൽ നടക്കുക എന്നുള്ള ഒരു സങ്കല്പവും ദളിത് സമുദായ മുന്നണിക്കില്ല. മറിച്ച് സമാനമായി അധികാരത്തിന് വെളിയിൽ നിൽക്കേണ്ടി വരുന്ന വലിയൊരു വിഭാഗം കേരളത്തിലുണ്ടെന്നും ആ വിഭാഗങ്ങൾ കേരളത്തിലെ പുതിയൊരു ഭരണ രീതിക്ക് വേണ്ടി എന്ന് പറയാൻ ഈ വിഭവങ്ങളിലും അധികാരത്തിലും എല്ലാവർക്കും പങ്കാളിത്തം കിട്ടുന്ന, എല്ലാ വിഭാഗങ്ങൾക്കും പങ്കാളിത്തം കിട്ടുന്ന, എല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടുന്ന, എഫക്റ്റീവ് പ്രാതിനിധ്യം കിട്ടുന്ന ഒരു പങ്കാളിത്ത ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് നമ്മളും പങ്കാളിയാവേണ്ടത്. നമ്മളതിനകത്ത് ഒരു ഘടകം മാത്രമാണ്. ആ ഒരു വിവേകം നമുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ദളിതർ മാത്രം വിപ്ലവം നടത്താൻ പോകുകയാണെന്ന് ഒരു സാധ്യമില്ലാത്ത കാര്യം, വെറുതെ പറയുന്നത്. അങ്ങനെ അതൊരു തെറ്റിദ്ധാരണ. ദളിതർ കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഒരു സുഘടിതമായി അവർക്ക് നിൽക്കാൻ പറ്റും. പക്ഷെ പൊളിറ്റിക്സിൽ മറ്റുള്ളവരോട് സഹകരിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പട്ടികജാതി ഉപസംവരണം, അതുപോലെ തന്നെ സംവരണത്തിൽ ക്രീമി ലെയർ ഏർപ്പെടുത്തണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സുപ്രീം കോടതി വിധി സംബന്ധിച്ച് ഒത്തിരി ഡിസ്കോഴ്സുകൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഈ സംവരണത്തെ പൂർണ്ണമായും അട്ടിമറിക്കുന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? തീർച്ചയായിട്ടും ഈ സംവരണം എന്നത് ദളിതർ
ഒരു ഒരു വിഭാഗമെന്നതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഇന്ത്യക്കകത്ത് സംവരണം ഏർപ്പെടുത്തുന്നത് അവർ പരിപൂർണമായും ബഹിഷ്കൃതരായ ഒരു വിഭാഗമാണ് എന്ന് കണക്കാക്കിക്കൊണ്ടാണ്. അതായത് സമൂഹത്തിൽ ജാതി വ്യവസ്ഥയുടെ ഹൈറാർക്കിയിൽ അൺടച്ചബിലിറ്റി അനുഭവിക്കുന്നവർ മാത്രമല്ല ദളിതർ. ഇന്ത്യയിലെ ബ്രാഹ്മണരൊഴികെ ബാക്കി എല്ലാ വിഭാഗവും അൺടച്ചബിലിറ്റി അനുഭവിച്ചിട്ടുള്ളവരാണ്. അതിൻ്റെ അളവും രൂപങ്ങളും മാറുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബ്രാഹ്മണർ മാത്രമാണ് അൺടച്ചബിലിറ്റി അനുഭവിക്കാത്തത്. അവരും അനുഭവിക്കുന്നുണ്ട്. അതായത് പ്രീസ്റ്റ് ബ്രാഹ്മൺ അവൻ്റെ വീട്ടുകാരെ തൊടത്തില്ല, പൊല്യൂട്ടഡാവും, അതുകൊണ്ട് തൊടുകയില്ല. അവൻ സ്വന്തമായി കഞ്ഞി വെച്ച് കുടിക്കുക, സ്വന്തമായി വസ്ത്രം കഴുകുക, അങ്ങനെ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഈ അൺടച്ചബിലിറ്റി ഒരു എൻ്റയർ പ്രാക്ടീസാണ്. ഈ ദളിതരോടുള്ള അൺടച്ചബിലിറ്റി ഇച്ചിരി ക്രൂരവും ഭീകരവുമാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അൺടച്ചബിലിറ്റിയേക്കാൾ സാമൂഹിക ബഹിഷ്കരണമാണ് ഇവരെ സമൂഹത്തിൻ്റെ വിഭവങ്ങളിൽ നിന്നും അധികാരത്തിൽ നിന്നും പബ്ലിക് സ്പേസിൽ നിന്നും മാറ്റി നിർത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിഭാഗങ്ങളെ കണ്ടെത്തിയിട്ടാണ് ഈ പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. മാനദണ്ഡങ്ങളുണ്ടായിരുന്നതിന്. അപ്പോൾ ആ വിഭാഗങ്ങളുടെ റെപ്രസെൻറ്റേഷൻ ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനമായിട്ടാണ് സംവരണ യഥാർത്ഥത്തിൽ രൂപം കൊള്ളുന്നത്. അപ്പോൾ ഈ സാമൂഹികമായ ബഹിഷ്കരണത്തിൻ്റെ സമാനതകളാണ് ഒരു ക്രൈറ്റീരിയനായി ഈ വിഭാഗത്തെ നിർണ്ണയിക്കുന്നതിൽ അവരെടുത്തിട്ടുള്ളത്. അല്ലാത്ത നിരവധി ഡിസ്പാരിറ്റീസ് ഈ വിഭാഗങ്ങൾ തമ്മിലുണ്ട്. അത് സവർണർക്കിടയിലും ഉണ്ടല്ലോ, ദളിതർക്കിടയിലുണ്ട്, അവർണർ ഈ പിന്നോക്ക വിഭാഗത്തിനിടയിൽ, എല്ലാ വിഭാഗത്തിനിടയിലും അല്ലാത്ത ഡിസ്പാരിറ്റീസ്. പക്ഷേ ഇതൊരു കോമണാലിറ്റി എന്ന് പറയുന്നത് സാമൂഹിക ബഹിഷ്കരണം എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ അത് ഇവരുടെ റെപ്രസെൻറ്റേഷൻ വേണമെന്നുള്ള സംഗതി. അങ്ങനെയാണ് റിസർവേഷൻ്റെ ബേസിക്കായൊരു മെക്കാനിസം അതാണ്. അപ്പോൾ ഈ സുപ്രീം കോടതി വിധി, പുതിയ സുപ്രീം കോടതി വിധിയിൽ അവർ കണ്ടെത്തുന്നൊരു കാര്യം, സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഈ പട്ടികജാതി വിഭാഗങ്ങളിലെ എല്ലാവർക്കും ലഭ്യമാവുന്നില്ല. അത് ചിലർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ആ കിട്ടുന്നവർ തന്നെ വീണ്ടും വീണ്ടും അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നു. അപ്പോൾ അതുകൊണ്ട് അവരെ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഈ കിട്ടാത്തവർക്ക് വേണ്ടി ഈ സംവരണത്തിലൊരു ഭാഗം മാറ്റിവെക്കണം. രണ്ട്, ഇത് വീണ്ടും വീണ്ടും നേടിക്കൊണ്ടിരിക്കുന്നവരെ അതിൽ നിന്ന് പുറത്താക്കും. അത് വളരെ സ്വാഭാവികവും ശരിയുമായൊരു കാര്യമെന്ന നിലക്കാണ് അതിനെ ആൾക്കാരെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ യഥാർത്ഥ അപകടം കിടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ പട്ടികജാതി ലിസ്റ്റിനകത്തുള്ള എല്ലാവർക്കും കിട്ടുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ എങ്ങനെ അത് അവർക്ക് കൊടുക്കാം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എങ്ങനെ അവർക്ക് കൊടുക്കാം, അതൊരു ഭരണകൂടമാണ് ആലോചിക്കേണ്ടത്. ഈ ഭരണകൂടത്തിൻ്റെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഭരണഘടനയുടെ 46-ാം വകുപ്പിൽ പറയുന്നൊരു കാര്യം, സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്കും വിദ്യാഭ്യാസ പുരോഗതിക്കുമായി പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ്. അപ്പോൾ ഇവർക്ക് കിട്ടിയില്ലെങ്കിൽ, അപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു 10 ജാതിക്ക് കിട്ടിയില്ലെങ്കിൽ ആ 10 ജാതിയോടല്ല ചോദിക്കേണ്ടത് സുപ്രീം കോടതി, കേരള സ്റ്റേറ്റിനോട് ചോദിക്കണം. ഈ ജാതിക്ക് കിട്ടിയിട്ടില്ല, അവർക്ക് സ്പെഷ്യലായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, റിപ്പോർട്ട് തേടണം. ഇത് ജനുവിനായി പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ചെയ്യേണ്ട പണിയതാണ്. കോടതി അത് ചെയ്തില്ല. കോടതി അത് ചെയ്യേണ്ടത് കണ്ടെത്തിയൊരു കാര്യം, ഇവരൊരു ഹോമോജീനസ് പീപ്പിൾസ് അല്ല, ഏകദാന ജനതയല്ല. ഏകദാന ജനതയല്ല എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഡിസ്പാരിറ്റി ഉണ്ടെന്നാണ് കോടതി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകത്തൊരു ജനത ഏകദാന ജനതയല്ല. അപ്പോൾ എല്ലാ ജനതയ്ക്കിടയിലും വൈരുദ്ധ്യം ഉള്ളപ്പോൾ തന്നെ ചില കാര്യങ്ങളിലുള്ള കോമണാലിറ്റിയാണ് അവരെ ഒരു ജനത എന്ന് വിളിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ത്യക്കാർ, നമ്മളിപ്പോൾ എല്ലാവരും ഇന്ത്യക്കാരാണെന്ന് പറയുന്നത് എന്താ അതിൻ്റെ അർത്ഥം? നമ്മളെല്ലാം മൂഢന്മാരാണെന്നാണ് അതിൻ്റെ അർത്ഥം? അല്ലല്ലോ. നമ്മൾ വ്യത്യസ്ത ജാതിയായിരിക്കെ, മതമായിരിക്കെ,
ഭാഷ സംസാരിക്കുന്നു, അങ്ങനെ ആയിരിക്കെ തന്നെ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ദേശരാഷ്ട്രത്തിലെ പൗരന്മാരാണെന്ന് അതിൻ്റെ അർത്ഥം. അക്കാര്യത്തിൽ നമ്മൾ ഒരു ഏകദാന ജനതയാണെന്നാണ് ഈ പറയുന്നത്. പൊയ്കയിലപ്പച്ചൻ ദളിതർ അടിമസന്തതികളാണെന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? ഈ എല്ലാവരും അടിമകളായിരുന്നാണോ? ഇങ്ങനെയൊന്നല്ല, അതൊരു സങ്കല്പമാണ്. നമ്മളൊരു അപ്പൻ അമ്മയുടെ മക്കളാണ് എന്ന് പറയുന്നത് അതൊരു സങ്കല്പമാണ്. നമ്മൾ ബാക്കി എല്ലാ വൈരുദ്ധ്യങ്ങളും മറന്ന് നമ്മളൊരു ജനതയാണെന്നുള്ളൊരു ബോധം നമ്മൾ കൊണ്ടു നടക്കുന്ന അതിൻ്റെ അർത്ഥം. അയ്യൻകാളി സാധുജനങ്ങളാണ് എന്ന് പറയുമ്പോൾ, സാധുജന പരിപാലന സംഘം അതുകൊണ്ട് സാധുജനങ്ങളാണെന്ന് പറയുമ്പോൾ പുലയനും പറയനും കുറവനും ഒക്കെ സാധുജനങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പം നമുക്കിടയിൽ ഒരു കോമണാലിറ്റി ഉണ്ടെന്നാണ് അവർ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ഡോക്ടർ BR അംബേദ്കർ ഡിപ്രസ്ഡ് ക്ലാസസ് എന്ന് വിളിക്കുന്നു, പ്രൊട്ടസ്റ്റൻ്റ് ഹിന്ദുസ് എന്ന് വിളിക്കുന്നു, അതിനുശേഷം അദ്ദേഹം ദളിത് എന്ന് വിളിക്കുന്നു, നിയോ ബുദ്ധിസ്റ്റുകൾ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ഇതിനകത്തെല്ലാം പുള്ളി മഹറുകളെയോ മാങ്കുകളെയോ മാത്രമല്ല, എല്ലാ വിഭാഗത്തേക്കാണ്. ഈ ഒരു കോമണാലിറ്റിയെ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയും മറ്റുള്ള ജാതിക്കുള്ള എല്ലാ ശീലങ്ങളും ഇവർക്കിടയിലുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. ഇത് കണ്ടെത്തുന്ന എന്നാ ജാതിക്കുള്ള ശീലം കാണുമല്ലോ. ജാതി വ്യവസ്ഥയ്ക്കുള്ള എല്ലാ ദുശീലങ്ങളും പട്ടികജാതികൾക്കിടയിലും ഉണ്ടാവും. അതല്ലാതെ അത് ബ്രാഹ്മണർക്ക് മാത്രമുള്ള കാര്യമല്ല. അത് ഈ ജാതി എവിടെയുണ്ടോ അവിടെയല്ല ഇതുണ്ട്. അപ്പോൾ പട്ടികജാതിയിലെ 52 ജാതികൾക്കിടയിൽ കല്യാണം നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഇതിനൊരു ഉത്തരമല്ല. അതല്ല ഇതിൻ്റെ പ്രശ്നം. ഇവർ അനുഭവിക്കുന്ന, ഇവർ സാമൂഹികമായി നേരിടുന്ന പ്രശ്നങ്ങളുടെ ഒരു കോമണാലിറ്റിയാണ് റദ്ദ് ചെയ്യപ്പെടുകയും ഇവരൊരു ഹോമോജീനിയസ് ജനതയല്ലാത്തത് കൊണ്ട് ഇവർക്ക് ഉപസംവരണം ഏർപ്പെടുത്തണം. അപ്പോൾ ഈ ഉപസംവരണമാണ് നീതി എന്നതാണ് പറയുന്ന ഒരു ആർട്ടിക്കുലേഷൻ. അപ്പോൾ ഈ ഉപസംവരണം ഏർപ്പെടുത്തുമ്പോഴുള്ളൊരു പ്രശ്നം, നമ്മൾ പരിഹരിക്കേണ്ട പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഈ കേരളത്തിൽ 52 ജാതിയുണ്ട് ഔദ്യോഗികമായി പട്ടികജാതിക്കാർ. 52 ജാതികൾക്കും ഇതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടണം. ന്യായമാണ്, കിട്ടുകയും വേണം. അതിന് കിട്ടണമെങ്കിൽ ഒരു സംവിധാനമായിട്ട് അതവർക്ക് കിട്ടാനൊരു സംവിധാനം കോടതി നിർദ്ദേശിക്കുന്ന ഉപസംവരണമാണ്. അത് അപര്യാപ്തമാണെന്നുള്ളതാണ് ഞങ്ങളൊക്കെ പറയുന്നൊരു വാദം. അത് അപര്യാപ്തമാണ്. എന്തുകൊണ്ടെന്നാൽ പട്ടികജാതി സംവരണം ജനസംഖ്യാനുപാതികമായിട്ട് കൊടുക്കേണ്ടതാണ് നിയമവും. ഇത് ഈ ഉപസംവരണം ഏർപ്പെടുത്തിയ സ്ഥലത്തും ജനസംഖ്യാനുപാതികമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മാലാമാടിക, ആന്ധ്രാപ്രദേശിലെ മാലാമാടിക തർക്കം വെച്ചിട്ട് കേരളത്തിലെ കാര്യങ്ങളോ ബാക്കിയുള്ള സ്ഥലത്തെ കാര്യങ്ങളോ അന്വേഷിക്കരുത്. മാലാമാടിക തർക്കത്തിൽ മാലയേക്കാൾ എണ്ണത്തിൽ കൂടുതലുള്ളവരാണ് മാടിക വിഭാഗം. അവരെണ്ണത്തിൽ കൂടുതലായിട്ടും അവർക്ക് ജോലി കുറവാണെന്നുള്ളതായിരുന്നു അവരുടെ വാദം. അങ്ങനെ പ്രബലമായ 2 കാസ്റ്റുകൾ തമ്മിലുള്ളൊരു യുദ്ധം അവിടെ യഥാർത്ഥത്തിൽ അരങ്ങേറിയത്. കേരളത്തിൽ ഈ കിട്ടാതെ പോയ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ദുർബലമായ പട്ടിക ജാതി വിഭാഗങ്ങൾ, എഡ്യൂക്കേഷനിൽ വളരെ പുറകോട്ട് പോയിട്ടുള്ള വിഭാഗങ്ങൾ, സാമ്പത്തികമായുള്ള പുറകോട്ട് പോയിട്ടുള്ള വിഭാഗങ്ങൾ, ഇതിൽ 5ഓളം ജാതികളുടെ ഒരു കണക്ക് നമ്മളെടുത്തപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു കണക്കുണ്ട്. സർക്കാരിന് അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്, മോസ്റ്റ് വൾണറബിൾ കാസ്റ്റസ് എന്ന് പറയുന്ന ആ കാസ്റ്റിൻ്റെ എണ്ണം 1,00,000 ജനസംഖ്യ, 1.5 ലക്ഷത്തിൽ താഴെ വരും. ഇത് 35 ലക്ഷം വരുന്ന പട്ടികജാതിക്കാർക്കിടയിൽ 1% 0.35%. ഓക്കെ. അപ്പോൾ ഈ ഇന്ത്യയിലെ എക്സിസ്റ്റിംഗ് നിയമം അനുസരിച്ച് ഇവർക്ക് കിട്ടാവുന്ന പെർസെൻറ്റേജ് 0.35% ഇവർക്ക് കിട്ടാവുന്ന അത് എന്ന് പറഞ്ഞാൽ ഒരു 3 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടത്തുള്ളൂ. നിറയെ 8% എന്നുള്ളത് 3 പ്രാവശ്യം ആവർത്തിക്കുമ്പോഴാണ് ഒരാൾക്ക് കിട്ടുക. ഇത് യഥാർത്ഥത്തിൽ ഈ ദുർബല വിഭാഗങ്ങളെ ചതിക്കുന്നൊരു പണിയാണ്. ഇവർക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ലെന്ന് ഉറപ്പ് വരുത്തുന്നൊരു ജോലിയാണ്. ഭൂപരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ ഭൂമി കൈവശമുള്ളവർക്ക് ഭൂമി കൊടുക്കാൻ തീരുമാനിക്കുന്നു, പാട്ടത്തിനെടുത്തവർക്ക് അവകാശം കൊടുക്കാൻ തീരുമാനിക്കുന്നു, പാട്ടത്തിന് കൊടുക്കാത്തവരെ കുറിച്ച് മിണ്ടുന്നില്ല. പാട്ടത്തിന് കൊടുക്കാത്തവർക്കൊക്കെ 10 സെൻറ്റും കൊടുക്കും എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന വിദ്യാഭ്യാസപരമായി മുന്നോട്ട് വരാൻ യാതൊരു സാഹചര്യവുമില്ല. സാമ്പത്തികമായി തകർക്കപ്പെട്ട ഒരു വിഭാഗം
അവർക്ക് പോയിൻ്റ് 35% കൂടി കൊടുത്താൽ എന്തായിരിക്കും അതിൻ്റെ ആത്യന്തിക ഫലം എന്തായിരിക്കും? ഇവർ നീതിയെക്കുറിച്ചൊക്കെ ആൾക്കാർ തിരിച്ചു മുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം. കേരളത്തിലെ ജനസംഖ്യയിൽ, പട്ടികജാതി ജനസംഖ്യയിൽ 46.7% പുലയരും മലബാറിലെ ചെറുമരുവാണ്. 46.7% എന്ന് പറയാം 50%. അതിനകത്ത് സാംബവ സമൂഹം കൂടി കൂടിയാൽ 55% വരെ വരും. ഇതിനകത്ത് ഒരു വ്യക്തി സുപ്രീം കോടതി കേസ് കൊടുത്ത് 55% അവർക്ക് വേണ്ടി നീക്കി വെക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ബാക്കി 50 ജാതിക്ക് വേണ്ടി ബാക്കി 45 കൊള്ളുന്ന ഓർക്കണം. അപ്പം ഇങ്ങനെയല്ല അത് ചെയ്യുന്നത്. നമ്മൾ പറയുന്നൊരു കാര്യം, കിട്ടാതെ പോയ വിഭാഗങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ എണ്ണം എടുക്കുക. അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിന് സർക്കാർ ഫണ്ടുണ്ട്. അത് ഈ SC ST നീക്കി വെച്ചിരിക്കുന്ന ഫണ്ടിൽ നിന്ന് എടുത്ത് ചിലവഴിക്കുന്നതിന് ഈ വേറെ ഒരു ജാതി എതിരല്ല. ഒരു പുലയനും ഒരു പറയനും ഒന്നും ആരും എതിരല്ല. ഈ പറയുന്ന ദുർബല ജാതികൾക്ക് വേണ്ടി ഫണ്ട് ഹോസ്റ്റൽ നിർമ്മിക്കുവാനോ താമസിച്ച് പഠിപ്പിക്കുവാനോ ഒക്കെയുള്ള സംവിധാനം പ്രത്യേകമായി പരിഗണിക്കുന്നതിനൊന്നും ആരെങ്കിലും എതിരാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. അത് ഉറപ്പുവരുത്തുക. റിക്രൂട്ട്മെൻറ്റ് സിസ്റ്റത്തിൽ ഇവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന വിധം ആ സംവിധാനം നിയമപരമായി അഴിച്ചുപണിയുക. ഇവർക്ക് പ്രയോറിറ്റി കൊടുക്കുക. അത് 5% ഇവർക്ക് കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഈ 5% അവർക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ജനസംഖ്യ അനുസരിച്ചല്ലേ കൊടുക്കാൻ പറ്റുന്നത്. തോട്ടികൾ കേരളത്തിൽ 500-600 ഇടയ്ക്കേ ഉള്ളൂ. ഉപസംവരണം ഇവർക്ക് കൊടുത്താൽ തോട്ടികൾ 550 എന്നുള്ള കണക്കിൽ ഈ 35 ലക്ഷത്തിനകത്ത് ഇവർക്ക് ജനസംഖ്യാനുപാതിയായി നീക്കം ചെയ്താൽ എത്ര തലമുറ കഴിഞ്ഞാൽ ഒരാൾക്ക് ജോലി കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടും അതിൻ്റെ ഭരണപരമായ സാധ്യതകളെക്കുറിച്ച് ആലോചിക്കാത്തത് കൊണ്ടും വെറുതെ പറയുന്നത്. കാരണം അവർ വെറുതെ പറഞ്ഞ് ശീലിച്ചവരാ പലരും. അവർ പറഞ്ഞതൊക്കെ നടന്നോന്നൊന്നും അവരൊന്നും ജീവിതത്തിൽ അന്വേഷിക്കാത്തവരാ. ഈ ഉപസംവരണവാദികളിൽ പലരും അവർ പറഞ്ഞ കാര്യമൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളതൊന്നും അന്വേഷിക്കുന്നവരല്ല. അങ്ങനെയല്ല വേണ്ടത്. ജനതയുടെ കാര്യമാണ്. അപ്പം വിദ്യാഭ്യാസപരമായി വളരെ പുറകോട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് ഈ ജോലി നീക്കിവെക്കണമെന്ന് പറഞ്ഞാൽ അതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. ഇവർക്കിടയിൽ നിന്നും പട്ടികജാതി വിഭാഗങ്ങൾക്കിടയിൽ നിന്നും കളക്ടറും എഞ്ചിനീയർമാരും ഡിസിഷൻ മേക്കിംഗ് ബോഡിയിലേക്ക് പോകുന്ന ഉന്നത ഉദ്യോഗസ്ഥരൊന്നും വേണ്ട. വിദ്യാഭ്യാസം തീരെ കുറഞ്ഞ പ്യൂൺമാർ മാത്രം മതി എന്നുകൂടി അർത്ഥമുണ്ട് അതിന്. അങ്ങനല്ലത്. ഇത് നമുക്ക് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും വേണം. കിട്ടാതെ പോയവർക്ക് കിട്ടാൻ ഭരണപരമായ നടപടിക്രമങ്ങളാണ് വേണ്ടത്. അതല്ലാതെ ഇതിനെ ശിഥിലീകരിക്കുന്ന ക്രീമി ലെയർ ഏർപ്പെടുത്തുക നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ത്യയിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലും ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും ജാതീയമായ അനുഭവങ്ങളുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ കംപ്ലൈൻറ്റ് ബുക്ക് സൂക്ഷിക്കണമെന്നാണ് നിയമമാണ്. എന്തിനാ? ജോലി കിട്ടിയ ജാതി പ്രശ്നം പരിഹരിക്കുകയും എന്തിനാണ് നീ ഓഫീസിൽ രജിസ്റ്റർ സൂക്ഷിക്കുന്നത്? അപ്പോൾ എനിക്ക് ജോലി ഉണ്ടായിരുന്നുള്ളൂ. എന്നെ പട്ടികജാതിയിൽ നിന്ന് പുറത്താക്കി. എന്നെ പുറത്താക്കുക. കാരണം ജോലി കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നെ ഇവിടെ ആരെങ്കിലും പരസ്യമായിട്ട് ആക്രമിച്ചാൽ, പട്ടികജാതിയാണെന്ന് എന്നെ ആക്ഷേപിച്ചാൽ, എന്നെ ആക്രമിച്ചാൽ എനിക്ക് പരാതിപ്പെടാൻ പറ്റില്ല. എൻ്റെ സ്റ്റാറ്റസ്, കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് എടുത്ത് കളയുന്നത്. എനിക്ക് ജോലി കിട്ടി എന്ന കാരണത്താൽ എൻ്റെ ഭരണഘടനാ പദവി റദ്ദ് ചെയ്യുമെന്നാണ് കോടതി പറയുന്നത്. ഇത് കോടതി പറയാൻ അവകാശമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പൗരന്മാരെന്ന നിലയിൽ ആദ്യം പറയുന്നത്. നമുക്ക് ജോലി കിട്ടുമല്ലോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷേ ഒരു ജനതയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയെ റദ്ദ് ചെയ്യുന്നൊരു അപകടകരമായൊരു കോടതി വിധിയാണത്. ഇത് താല്പര്യമുണ്ട് കേരളത്തിലെ, ഇന്ത്യയിലെ ഈ സവർണ ഗോളിഗാർക്കി ഭരണകക്ഷികൾക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് മാലാമാടിക സംഭവത്തിന് നേതൃത്വം കൊടുത്ത, മാടിക സംഭവത്തിന് ഉപസംഹരണത്തിന് നേതൃത്വം കൊടുത്ത കക്ഷിക്ക് പത്മശ്രീ കൊടുത്ത് ഈ BJP കൂടെ നിർത്തുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ഈ ഉപസംഹരണവാദികൾ, ഈ ജനത, അതിനൊരു പൊളിറ്റിക്കൽ അതുകൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. UP-യിൽ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയേക്കാൾ
പുറകിൽ പോയി. എന്താണ് കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. ഇന്ത്യൻ ഭരണഘടന തിരുത്തും എന്നൊരു പ്രചാരണമുണ്ടായി. ദളിതർ കൂട്ടത്തോടെ BSP അങ്ങ് കൈവിട്ടിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്തു. അതാണ് സംഭവിച്ച കാര്യം. ഇത് BJPക്ക് മനസ്സിലായി. അപ്പോൾ ഒരു ജനത എന്ന നിലയിൽ ഇവരുടെ ഒരു അസ്തിത്വത്തെ തകർക്കാൻ ഏറ്റവും നല്ലത് സബ് കാസ്റ്റ് സംഭവമാണ്. UPയിൽ മായാവതിയെ മൂലക്കിരുത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായിട്ട് അവർ ഉപയോഗിച്ചത് ചെറുജാതികളെ പിടിക്കുക എന്നതായിരുന്നു. അവർ ജാടവ ജാതിയുടെ ആളാണ് മായാവതി എന്ന് പറയുക. ചെറുജാതികളെ ചെറിയ ചെറിയ പാരിതോഷികം കൊടുത്ത് കൂടെ നിർത്തിയാണ് അവർ ഈ അധികാരം പിടിച്ചത്. ഈ ഉപസംവരണവാദവും ഫലത്തിൽ അതാ ചെയ്യും. ഈ ജാതികൾക്കിടയിലുള്ള വൈരുദ്ധ്യത്തെ മൂർച്ഛിപ്പിക്കുക അവർ ചെയ്യുന്നത്. പുലയരെല്ലാം അടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയും, പറയരെല്ലാം അടിച്ചുകൊണ്ട് പോകുമെന്ന് പറയുക. പുലയരും പറയരും ഉള്ളതുകൊണ്ടാണ് കുറവന് ജോലി കിട്ടാത്തതെന്ന് പറയുക. ഇങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു മൽപ്പിടുത്തമായി ഈ സംഗതി അവർ ഉപസംവരണവാദികൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിന് പാരിതോഷികമാണ് പത്മശ്രീ ആയിട്ട് മറ്റേ കക്ഷിയിട്ട് കേരളത്തിലുള്ളവർക്ക് കിട്ടാം. ചിലപ്പോൾ നമ്മൾ കേരളത്തിലുള്ളവർക്കും വേണേൽ കിട്ടാം, പത്മശ്രീ വേണേൽ കിട്ടാം. കാരണം അത് വലിയൊരു യുദ്ധമാണ്. കാരണം ഈ ശിഥിലീകരണത്തിൻ്റെ വലിയൊരു വാസന അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അപകടം മനസ്സിലാക്കി ഒരു കമ്മ്യൂണിറ്റി എന്ന ഒരു വിഭാഗം എന്ന നിലക്ക് അടികുറച്ച് നിന്നുകൊണ്ട് അതിനകത്ത് കിട്ടാതെ പോയ വിഭാഗങ്ങൾ കൂടി കിട്ടാനുള്ള ഭൗതിക സാഹചര്യവും അതിൻ്റെ നിയമപരമായ സംഗതികൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിന് പകരം ഉപസംവരണമാണ് ശരി, അവർക്കുള്ളതും കൊണ്ട് നീക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന നീക്കം ഫലത്തിൽ കേരളത്തിലെ ദുർബല ജാതികൾക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല, നാമമാത്രമായി അവർക്കിടയിൽ ഉണ്ടായി വരുന്ന ചെറിയ ഐക്യത്തെപ്പോലും അതില്ലാതാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ആത്യന്തികമായ ഫലം.